ബാക്ക് ഇൻ 2010 സമയത്ത് സ്റ്റാർട്ടപ്പ് നോട്ട് കീവേഡ് പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത സമയത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളാണ്. So that someone was Naval Ravikant. Like അടുത്ത Series Aയുടെ ക്യാഷും ട്രാൻസ്ഫർ ചെയ്തു without even writing a note. The hardest time for me was not doing anything. Byjuനോട് സംസാരിച്ചപ്പോൾ the rhythm was like very similar. ഹായ് ഓൾ, വെൽക്കം ടു അനദർ കേരള PH പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ചെറിയാൻ തോമസ് ഗസ്റ്റ് ആയിട്ടാണ്. ചെറിയാൻ ബാക്ക് ഇൻ 2010 സമയത്ത് സ്റ്റാർട്ടപ്പ് നോട്ട് കീവേഡ് പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത സമയത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളാണ്. ബാക്ക് ദെൻ ഹി സ്റ്റാർട്ടഡ് എ കമ്പനി കോൾഡ് Cucumbertown, Valericapatanam, which got funded by Naval Ravikant and all big investors back in the day. Then it got acquired. Then he worked in as a VP of US International Business of Byjus. അവിടെ ഒരു കമ്പനീനെ അക്വയർ ചെയ്യലും അതിൻ്റെ CEO ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ US-ലുള്ള ഒരു ആപ്പ് ബിസിനസ് അതിലെ പാർട്ട്ണറും CEO ആണ്. സോ ഒരു ടൺ ഓഫ് ലേണിങ്സ് ഉണ്ട്. ലൈക്ക് എസ്പെഷ്യലി നവാൽ രവികാന്ത് പോലത്തെ ഒരു ഇൻവെസ്റ്ററൊക്കെ ഓൺ ബോർഡായി വരണമെങ്കിൽ ഹി ഹാസ് ഡൺ സംതിങ് റൈറ്റ്. സോ വിൽ ഗെറ്റ് ഓൺ ടു ദിസ് പോഡ്കാസ്റ്റ്. മേക്ക് ഷുവർ യു ഹാവ് എ നോട്ട്സ് വിത്ത് യു ആസ് വെൽ. സോ വൺസ് അഗൈൻ വെൽക്കം ചെറിയാൻ ടു ദ പോഡ്കാസ്റ്റ്. യെസ്. അപ്പോൾ ചെറിയാനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പിക്ചർ കണ്ടു. കുറച്ച് കേരള ഫൗണ്ടേഴ്സിൻ്റെ ഒപ്പം ഒരു പിക്ചർ എവിടെ വെച്ച് കണ്ടു, ട്വിറ്ററിൽ എവിടെ വെച്ച് കണ്ടു. ദെൻ ഐ ഫോളോഡ് യു ബാക്ക് ഇൻ ട്വിറ്റർ. പിന്നെ നമ്മൾ എപ്പോഴൊക്കെയോ എക്സ്ചേഞ്ച് ചെയ്തു ഓൺ ട്വിറ്റർ. പിന്നെ ഞാൻ കേരള PHലേക്ക് ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് റീസെൻ്റ്ലി ഞാൻ 1 month മുമ്പ് സാൻ ഫ്രാൻസിസ്കോ വന്നപ്പോൾ നമ്മളൊരു കേരള PH സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ മീറ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ ചെറിയാൻ വാസ് ദ വൺ ഹു ലൈക്ക് കോർഡിനേറ്റഡ് തിങ്. ലൈക്ക് അവിടെ ബേ ഏരിയ ഫെമിലിയർ ആയിട്ടുള്ള ഏതൊരു ആൾ ചെറിയാനാണ്. സോ വി ഹാഡ് എ ഗുഡ് ടൈം ദർ ഇൻ ബേ ഏരിയ. സോ ദെൻ നൗ ഈസ് ഇൻ കൊച്ചി ആൻഡ് വി തോട്ട് ടു ഹാവ് എ പോഡ്കാസ്റ്റ്. സോ like glad to be doing this and huge fan as well. Okay, maybe yeah. ഒപ്പം തന്നെ ഈ ഒരു ജേർണി എവിടെ നിന്നാണ്, എവിടെയാണ് പഠിച്ചതും എവിടെയായിരുന്നു ആ ഒരു ഈ സ്റ്റാർട്ടപ്പിലേക്കുള്ള എൻട്രൻസ് എവിടെയാണ് വന്നത്? സോ ഞാൻ സ്കൂളിംഗ് എല്ലാം ചെയ്തത് കൊല്ലത്തായിരുന്നു. ഇൻഫന്റ് ജീസസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നെ എൻജിനീയറിങ് ചെയ്തത് മോഡൽ എഞ്ചിനീയറിങ് കോളേജിലായിരുന്നു. അപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഒരു 9th 10th ഒക്കെ ആയപ്പം എനിക്ക് കമ്പ്യൂട്ടേഴ്സിനോട് നല്ല ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 486 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ചിപ്സെറ്റ്സ് ഒക്കെ ആയിരുന്നു കിട്ടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ, പിന്നീടാണ് കളർ മോണിറ്ററൊക്കെ, മൾട്ടിമീഡിയ എന്നൊക്കെ പറയുന്ന അന്നൊരു കീവേഡ് ടേം ഒക്കെ ആയിരുന്നു, ക്രിയേറ്റീവിൻ്റെ സ്പീക്കേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ കമ്പ്യൂട്ടേഴ്സും പ്രോഗ്രാമിങ്ങും, അന്ന് ലോഗോ എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നു. അതിൽ എനിക്ക് അത്യാവശ്യം കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ബേസിക് പിന്നീട് പഠിക്കാൻ തുടങ്ങി. ബേസിക്കിൽ അത്യാവശ്യം കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നോട്ടേ കമ്പ്യൂട്ടേഴ്സിനോടൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻട്രൻസ് എഴുതിയപ്പോഴും വേറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കമ്പ്യൂട്ടർ സയൻസ് മാത്രം അപ്ലൈ ചെയ്തു. പിന്നീട് മോഡലിൽ കയറിയപ്പോൾ മോഡലിൽ കയറാൻ കാരണം തന്നെ അവിടെ കമ്പ്യൂട്ടർ സയൻസിനോട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളൊരു കോളേജായിരുന്നു. അവിടെ ടിറ്റു സാർ എന്നൊക്കെ പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് തന്നെ അന്നും VSAT ലോക്കലായിട്ട് കോളേജിലൊക്കെ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടപ്പം മോഡലിൽ വരണം എന്ന് തന്നെയായിരുന്നു. എൻ്റെ ഫാദറിന് എന്നെ CET പുഷ് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ മോഡൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ മോഡലിലായിരുന്നപ്പോഴും ഫുൾ ടൈം കമ്പ്യൂട്ടേഴ്സിൻ്റെ പുറകിലായിരുന്നു. വേറെ ഒരു പരിപാടിയും എനിക്ക് അന്ന് ഒരു പക്ക നേടുന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2002 ഓൺവേർഡ്സ്, 2002 to 2006 ഞാൻ മോഡലിലുണ്ടായിരുന്നു. ആ സമയത്തും കമ്പ്യൂട്ടർ സയൻസ് ലാബുകളിലും പിന്നീട് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാനും. അന്നും ടെക്രഞ്ചിൻ്റെയൊക്കെ ഏർലി ഡേയ്സ് ആണ്. അന്ന് മൈക്കിൾ എറിങ്ടൺ ടെക്രഞ്ച് തുടങ്ങിയതേ ഉള്ളൂ. വേറെ അധികം കാര സ്വിഷർ എന്ന് പറയുന്ന പുള്ളിക്കാരിയൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഫുൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആൻഡ് ഈവൻ എൻ്റെ കോളേജിലും അത്രയും കൗണ്ടർ പാർട്സ് അത്രയും വായിക്കത്തൊന്നും ഇല്ലായിരുന്നു. ബട്ട് ദേ വർ ലൈക്ക് 2 or 3 people who were very deeply interested in
ലിനക്സ്, പിന്നെ ടെക് ന്യൂസ് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഈ ഫ്രെയിം വർക്ക്സും വേഗം ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇഫ് യു ഹാവ് ടു ബിൽഡ് സംതിങ്, ദ കോസ്റ്റ് ഓഫ് ബിൽഡിങ് സംതിങ് വാസ് സ്റ്റിൽ ബേസിക്കലി വെരി ഹൈ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ദിവസം കമ്പനി നമ്മുടെ ഇവിടെ കാക്കനാട് തന്നെ പൂർണ്ണം എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ബോബ് കേസ്. അപ്പോൾ പൂർണ്ണം ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പല വെബ്സൈറ്റ്സും. അപ്പോൾ അതിനും നല്ല കോസ്റ്റ് ആയിരുന്നു. സോ ഇറ്റ് വാസ് അൺലൈക്ക് ദ ക്ലൗഡ് റൈറ്റ് നൗ ഓർ എനി ഓഫ് ദോസ് തിങ്സ് റൈറ്റ് നൗ. സോ സാധാരണ പൈസ ഇല്ലാത്ത ജനങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങുന്നെന്ന് പറയുന്നത് ഹോസ്റ്റിൽ ഹയർ അപ്പ് തിങ് ഓൾ ടുഗദർ. എല്ലാ കാര്യങ്ങളെല്ലാം വന്നു. സോ അന്നും കുറെ ടിങ്കർ ചെയ്തു. പക്ഷേ അന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. നമ്മൾ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഫയർഫോക്സ് അന്ന്. അപ്പോൾ ഫയർഫോക്സിനോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ബ്രൗസർ ഫയർഫോക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള ഒരാളാണ് ഫയർഫോക്സ് ആ സമയത്ത് കോഡ് ചെയ്തത്. ഇറ്റ് വാസ് എ സിംഗിൾ ഫൗണ്ടർ തിങ്. ഹിസ് നെയിം വാസ് ബ്ലേക്ക് റോസ്. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് കോഡ് ചെയ്തൊരു ബ്രൗസർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എക്സ്ട്രോർഡിനറി ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെയാണ് തോന്നിയത്. അപ്പോൾ ബ്ലേക്ക് റോസിനെ ഞാൻ കുറേ ഫോളോ ചെയ്യുമായിരുന്നു. ഇങ്ങനെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ല, പക്ഷെ ഇവർ ഇമെയിൽ ഫോറത്തിൽ കുറേ ആക്റ്റീവ് ആയിരുന്നു. സോ അന്ന് യാഹൂ ഗ്രൂപ്പ്സ് ഒക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ പുള്ളീനെ ഫോളോ ചെയ്തപ്പം പുള്ളീൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയപ്പം ഫയർഫോക്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ആഗ്രഹം തോന്നി. അന്ന് ഫയർഫോക്സിന് ഒരു പിയർ ടു പിയർ കാഷിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി. ഓപ്പൺ സോഴ്സ് ആയിരുന്നു. ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിയർ ടു പിയർ ഇസ് ബേസിക്കലി ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഫയല് അടുത്തുള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ പുൾ ഫ്രം ദാറ്റ് മെഷീൻ ഇൻസ്റ്റെഡ് ഓഫ് പുള്ളിങ് ഇറ്റ് ഫ്രം ദി വെബ് സെർവർ ഇറ്റ്സെൽഫ്. ഒരു ഏർലി സ്റ്റേജ് CDN എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് റെഡ് ഹാറ്റ് അവരുടെ റഡാറിൽ ആ സമയത്ത് ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ റെഡ് ഹാറ്റ് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ നിങ്ങൾക്ക് ഇതിന് സ്കോളർഷിപ്പ് തരാം, നിങ്ങൾ ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ അത് നമ്മുടെ കോളേജിലെ മെയിൻ പ്രോജക്റ്റായി തീർന്നു. അപ്പോൾ ആ മെയിൻ പ്രോജക്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സിന് ഇൻട്രസ്റ്റ് വന്നു. കാരണം ആ സമയത്ത് റെഡ് ഹാറ്റ് ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ, കോളേജിനും പേര് കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആ സമയത്ത് ഒരു 1.5 ലക്ഷം രൂപ കാശായിട്ട് തരുമായിരുന്നു, വിച്ച് വാസ് ഹ്യൂജ് ബാക്ക് ഇൻ 2005. എനിക്ക് കൃത്യമായിട്ട് എമൗണ്ട് ഓർമ്മയില്ല. നമുക്ക് എല്ലാവർക്കും നമ്മൾ അത്രയും പൈസ അല്ലായിരുന്നു അന്ന് വലുത്, ആ റെക്കഗ്നിഷൻ ആയിരുന്നു വലുത്. സോ വെൻ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ റെഡ് ഹാറ്റ് പ്രോജക്റ്റ് ഓർ ദി ഫയർഫോക്സ് P2P എക്സ്റ്റൻഷൻ പ്രോഡക്റ്റ്, ആ സമയത്ത് support.com എന്ന് പറയുന്ന ഒരു കമ്പനി ഈ റഡാറിൽ ഇത് കണ്ടു. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പ്രോജക്റ്റ് നമ്മുടെ ഇന്റേൺഷിപ്പായിട്ട് ചെയ്യും, നമ്മൾ പൈസ തരാം നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദെൻ ലേറ്റർ ഓൺ വി ലേൺ ദാറ്റ് അതിൻ്റെ ഇന്ത്യ ഹെഡ് ഷാൻ കടവിൽ മോഡലിലെ നമ്മുടെ കുറെ സീനിയർ ആയിരുന്നു. ലൈക്ക് ഹി വാസ് മേ ബി 6 or 7 years സീനിയർ. ഫ്രഷ് ടു ഹോമിന്റെ ഇപ്പോഴത്തെ CEO. അപ്പോൾ ഷാൻ ഇവിടെ കോളേജിൽ വന്നപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഷാൻ പറഞ്ഞു, നിങ്ങൾ വാ ഇവിടെ വന്ന് ഈ പ്രോജക്റ്റ് ചെയ്യാൻ. ആൻഡ് വി ഡിഡ് ദ പ്രോജക്റ്റ് ബിക്കോസ് ഓഫ് support.com കുറേ അന്ന് നല്ല സീനിയേഴ്സിൻ്റെ ഗൈഡൻസും കിട്ടി ഈ കോഡ് ചെയ്യാനൊക്കെ. അപ്പം ഇവർ ഗൈഡ് ചെയ്തുകൊണ്ട് വി വൺ ദ റെഡ് ഹാറ്റ് സ്കോളർഷിപ്പ്. അന്ന് ഹെവിലി കോമ്പീറ്റഡ് ആയിട്ടുള്ളൊരു IITians മാത്രം കിട്ടുന്ന ഒരു സാധനമൊക്കെ ആയിരുന്നു, അത് നമുക്ക് കിട്ടി. ആൻഡ് ദെൻ വി കണ്ടിന്യൂഡ് അവർ ജേർണി ദർ. സോ സ്കൂളിംഗ് തൊട്ട് ഏകദേശം കോളേജ് തീരുന്നിടം വരെ this was more or less my journey into tech, you know. ആ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കമ്പ്യൂട്ടറൊക്കെ പോയി ഫിക്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഹോബിയായിരുന്നു. ലൈക്ക് ഓരോ കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോയി RAM ഒക്കെ മാറ്റുക. അന്നൊക്കെ RAM മാറ്റുന്നതൊക്കെ ഒരു 32 MB RAM ഒക്കെ മേടിക്കുക, ഫിക്സ് ചെയ്യുക, ബയോസ് ഒക്കെ ഹാക്ക് ചെയ്യുക. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല. അന്ന് ബയോസ് ഒക്കെ ഓവർക്ലോക്ക് ചെയ്യുന്നതൊക്കെ ഒരു ഹോബി പ്രോജക്റ്റ് ആയിരുന്നു. എന്നിട്ട് കമ്പ്യൂട്ടർ കുറെ കൂടെ ഫാസ്റ്റർ ആക്കുക,
പിന്നെ എക്സ്ട്രാ ഫാനൊക്കെ മേടിച്ചിട്ട് കമ്പ്യൂട്ടർ കൂൾ ഡൗൺ ചെയ്യുക. ഇതൊക്കെ ഒരു ആ സമയത്തെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ആയിരുന്നു. സൗണ്ട് ബോർഡൊക്കെ മേടിക്കുക. സൗണ്ട് ബോർഡ് വെച്ചിട്ട് നമ്മൾ കോളേജിലൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മെഷീൻസും ലാൻഡിൽ കണക്ട് ചെയ്തിട്ട് ഗെയിമിംഗ് ഒക്കെ. ആ സമയത്തൊക്കെ അതൊന്നും ഒരു കോമൺ തീമൊന്നും അല്ലായിരുന്നു. ലാൻഡ് പിന്നീട് അത് സ്വിച്ചായി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാം. കറക്റ്റ്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 2004 റിച്ചാർഡ് സ്റ്റോൾമൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിച്ചാർഡ് സ്റ്റോൾമനെ ഒക്കെ പോയി കണ്ടിരുന്നു. പുള്ളി ഭയങ്കര അപ്രിഷിയേറ്റീവ് ആയിരുന്നു. ഇവിടുന്നൊക്കെ കുറെ കുട്ടികളൊക്കെ. റിച്ചാർഡ് സ്റ്റോൾമൻ ഫോസിന്റെ ഹെഡായിരുന്നു. ആൻഡ് ഹീ സ്റ്റിൽ ആക്റ്റീവ്. പുള്ളിയാണ് ഇമാക്സ് എന്ന് പറയുന്ന എഡിറ്റർ എഴുതിയത്. പിന്നീട് പുള്ളി കുറേ യുണിക്സ് ടൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണ്, ബട്ട് തിങ്സ് ദാറ്റ് വി യൂസ് ഓൺ എ ഡെയിലി ബേസിസ്. പുള്ളി അത് ലിനക്സ് ടോർവാൾഡ്സ് ആയിരുന്നു. ബട്ട് ഈ പുള്ളി ആദ്യമേ ഹേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തു. പിന്നെ ഓവറോൾ ലിനക്സിന്റെ മുകളിലുള്ള യുണിക്സ് ടൂൾസ് കുറെ എഴുതിയത് പുള്ളിയായിരുന്നു. പുള്ളിയും കുറെ ആൾക്കാർ ആ സമയത്ത് പുള്ളിനെയൊക്കെ പോയി കണ്ട് പുള്ളി കുറെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് അന്നൊരു ഇമെയിലിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പോയി. പക്ഷെ ആ സമയത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ സോ ദിസ് ഇസ് ഓൾ എക്സ്ട്രീംലി മോട്ടിവേറ്റിംഗ് ഫോർ മേ ബി ലൈക്ക് 5 people ഇൻ ദ ഹോൾ കോളേജ്. വേറെ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഇതൊക്കെ വായിച്ച്, അന്ന് ചിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. ചിപ്പ് പിന്നീട് അത് ഡിജിറ്റായി, പിന്നീട് അത് നിർത്തി. ചിപ്പിൽ ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ കുറെ കിട്ടുമായിരുന്നു. CDസിൽ കുറെ ആപ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അന്ന് നോപ്പിക്സ് എന്നൊക്കെ പറയുന്ന ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ബട്ട് ദിസ് വാസ് ഓൾ 2002 to 2006. കോളേജ് കഴിഞ്ഞ സമയത്ത് ഈ 5 ആൾക്കാരായിരുന്നല്ലോ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അപ്പൊ അവരെന്തായിരുന്നു നെക്സ്റ്റ്? ഇപ്പൊ അന്ന് TCS ഒക്കെ ഉണ്ടായിരുന്നു പ്ലേസ്മെന്റ് ആയിട്ട്. വാട്ട് വാസ് ദ മൈൻഡ് സെറ്റ് യു ഹാഡ് ബാക്ക് ദെൻ? സോ ആ സമയത്തും മോഡൽ ഹാഡ് വെരി ഹൈ പ്ലേസ്മെന്റ് കൺവേർഷൻ. എല്ലാവരും ഇറങ്ങുമ്പോൾ തന്നെ ഒരു 3-4 ജോലി കിട്ടുമായിരുന്നു. ആൻഡ് പീപ്പിൾ യൂസ് ടു പിക്ക് അപ്പ് എ സേഫ് ജേർണി. അപ്പം നമുക്ക് വി വെർ വെരി ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂയിങ് വാട്ട് വി വെർ ഡൂയിങ് ഏർലിയർ. അപ്പോൾ support.com തന്നെ നമുക്ക് ജോലി തരാമെന്ന് ഓഫർ ചെയ്തു. സോ വി കണ്ടിന്യൂഡ് ദറ്റ് ജേർണി ഫ്രം ദർ. ആൻഡ് അന്നും ടു ബി ഫ്രാങ്ക് ആ സമയത്തെ വെച്ചിട്ട് ഒരു ഹൈ പേ പാക്കേജും ആയിരുന്നു. അപ്പോൾ TCSലൊക്കെ എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, ഒരു പെർ ഇയർ 1.5 ലക്ഷം രൂപയായിരുന്നു സാലറി ഒക്കെ. മേ ബി 2 വരെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ദിസ് വാസ് ലൈക്ക് മോർ ദൻ 3 times. അപ്പം ആ സമയത്തൊക്കെ അത്രയും നല്ലപോലെ പേ ചെയ്യുന്ന കമ്പനീസും ഇല്ലായിരുന്നു. ബട്ട് വി വെർ എ ബഞ്ച് ഓഫ് ഹാക്കേഴ്സ് ഹു വെർ പാഷനേറ്റ് അബൌട്ട് ദിസ്. ആൻഡ് ദെൻ ഓൾ ഓഫ് us continued to support.com and then we evolved from there. നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് ആയി വന്നത് സിംഗ ജേർണിയാണ്. സിംഗയിലുള്ള ഇന്ത്യയിലെ 13th employee ഫ്രം ഇന്ത്യ ജോയിനിങ് സിംഗ. സിംഗൊക്കെ ഞാൻ അന്ന് പണ്ട് ഫാം വില്ലേജ് ഗെയിമൊക്കെ കാലത്ത് നിന്ന് കളിച്ചു. കൃഷിയാടും അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അന്ന്. ബട്ട് ഐ ഡിഡ്ന്റ് നോ someone from here is joining സിംഗ. സിംഗയിൽ ഇരുന്ന് 13th employee ആയി. പിന്നെ ഇവൻച്വലി ടിൽ IPO. പിന്നെ മേ ബി മാർക്ക് പിങ്കസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇവൻച്വലി ഫൗണ്ടിങ് Cucumbertown. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആൻഡ് ബീയിങ് ഇൻവെസ്റ്റഡ് ബൈ Naval Ravikant. ആ ഒരു I think that's where the whole things get interesting, right? That's right. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ജേർണിയാണ്. സോ നോട്ട് മെനി പീപ്പിൾ നോ, ബട്ട് സിംഗ തുടങ്ങിയത് മാർക്ക് പിങ്കസ് ആണ്. മാർക്ക് പിങ്കസിന്റെ പഴയ കമ്പനിയാണ് support.com. അപ്പോൾ സിംഗയ്ക്ക് ഒരു പേരില്ലാത്ത സമയത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ ഇങ്ങനെ കോൺട്രാക്ട് എംപ്ലോയീസ് ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അത് തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവർ ടെക്സസ് ഹോൾഡം പോക്കർ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടാക്കി. ആ ഗെയിം പെട്ടെന്ന്, അപ്പോൾ മാർക്ക് പിങ്കസിന്റെ ഒരു അടുത്ത ഫ്രണ്ട് ആയിരുന്നു മാർക്ക് സക്കർബർഗ്. അപ്പം അന്ന് ഫേസ്ബുക്കിന് എല്ലാവരും, സോ ദിസ് ഇസ് ലൈക്ക് 2006 ഫേസ്ബുക്ക് ഓർക്കുട്ട് പോലായിരുന്നു. പീപ്പിൾ യൂസ് ടു വിസിറ്റ് ഫേസ്ബുക്ക് വൺസ് എ വീക്ക്. എന്നിട്ട് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകും. അതിൽ കൂടുതൽ എൻഗേജ്മെന്റ് ഒന്നും ഫേസ്ബുക്കിന് ഇല്ലായിരുന്നു. ഇപ്പം മാർക്ക് പിങ്കസ് ഇങ്ങനെ ആ സമയത്ത് support.com എക്സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി സക്കർബർഗിനെ കണ്ടിട്ട് പറഞ്ഞു,
ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്മുടെ ഗെയിം നിങ്ങളുടെ വെബ് പേജിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അന്ന് ഈ ഫേസ്ബുക്ക് ആപ്സ് എന്നൊന്നും പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ഒരു ഐഫ്രെയിമിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും വന്ന് കളിക്കും. എന്നിട്ട് നിങ്ങളുടെ അതിൻ്റെ അകത്തുള്ള ഫ്രണ്ട് ഗ്രാഫ് ഓപ്പൺ ചെയ്തു തരാം. ഫ്രണ്ട് ഗ്രാഫ് എന്നൊക്കെ പറയുന്ന ടെർമിനോളജി പിന്നീട് വന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം സക്കർബർഗിന് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ ഈ പോക്കർ അതിൻ്റെ അകത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ഒരു ദിവസം ഒരു 10 മണിക്കൂറൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ടെക്സസ് ഹോൾഡം പോക്കർ സ്റ്റാർട്ടഡ് ടു ഷൂട്ട് അപ്പ് ഇൻ യൂസേജ്. അത് കണ്ടപ്പം പിങ്കസ് സെഡ് ദിസ് ഇസ് എ ഗുഡ് ഫോർമുല, ലെറ്റ്സ് ഡു ദിസ് ആൻഡ് കണ്ടിന്യൂ ദിസ് എന്ന് പറഞ്ഞ് പിങ്കസ് സ്റ്റാർട്ടഡ് കോളിംഗ് ഓൾ ഹിസ് എക്സ് എംപ്ലോയീസ്. കുറേ ആൾക്കാരെ. സോ ഷാൻ വാസ് very close to Pincus and Kedierly, who was the CTO at that company. ഷാനും ഇങ്ങനെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വാ. എനിക്ക് അന്ന് സിംഗ ഏർലി സ്റ്റേജിലായിരുന്നു. അപ്പം ഇത് ചെയ്യുന്ന കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നി. ഇത്രയും ഗ്രോത്ത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, കൺസ്യൂമർ ഇതിലൊന്നും കണ്ടിട്ടില്ല. ആകെപ്പാടെ ഞാൻ ഗ്രോത്ത് കണ്ടിട്ടുള്ളത് യാഹൂ അന്ന് ഒരു സെക്സി കമ്പനിയായിരുന്നു. യാഹൂ മെയിലിലൊക്കെ വർക്ക് ചെയ്ത ഒരു 100 മില്യൺ യൂസേഴ്സിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള ഒരു അത് മാത്രമേ ഉള്ളൂ. ദാറ്റ് വാസ് ദി ഓൺലി പിനക്കിൾ. ഗൂഗിൾ വാസ് ഓൾസോ വെരി ഏർലി സ്റ്റേജ്. ഇന്ത്യയിലൊന്നും ഓഫീസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ സിംഗയുടെ ഇത് കണ്ടപ്പം ഷാൻ ഓൾസോ സെറ്റ്, നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്ന് ആ സമയത്ത് കോയിൻസിഡൻ്റലായിട്ട് മാർക്ക് പിങ്കസ് മൈ മിനി ലൈഫ് എന്ന് പറയുന്ന ഒരു ഗെയിം മേടിച്ചു. ആൻഡ് ഹി റീനെയിംഡ് ഇറ്റ് ടു ഫാംവിൽ. ആൻഡ് ദെൻ ഹി സെഡ്, ഓക്കെ നിങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് നമുക്കിത് സ്കെയിൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫാംവിൽ ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്തു. അറ്റ് വൺ പോയിന്റ് ഇറ്റ് വാസ് 50 മില്യൺ DAU, നോട്ട് MAU. ആ സമയത്ത് 50 മില്യൺ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും എല്ലാ പ്രോജക്ട്സിലും വർക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ Zynga journey started off. Earlier we were just like contracting employees. Then ഒരു പ്രോപ്പറായിട്ട് കമ്പനി സെറ്റപ്പ് ചെയ്തു. And then we worked on a range of games and companies and products and all those things. അവിടെ മോസ്റ്റ്ലി ചെറിയ റോൾ എഞ്ചിനീയറിംഗ് ആയിരുന്നു. So initially I started off as an engineer, coding for various games. Then പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കൊച്ചു ടീംസിനെ മാനേജ് ചെയ്യാനും അതും ഇതെല്ലാം. സോ അന്ന് ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ വി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് അറൗണ്ട് ലൈക്ക് ഒരു ഫിക്സഡ് ടൈറ്റിൽസോ കാര്യങ്ങളൊന്നുമില്ല, വിച്ച് ഓൾ ഇവോൾവ്ഡ് മച്ച് ലേറ്റർ ഓൺ. ബട്ട് ബേസിക്കലി എല്ലാവരും എല്ലാ കാര്യങ്ങളെല്ലാം. സിംഗ IPO പോയ സമയത്ത് ജോയിൻ ചെയ്തപ്പോൾ 13th എംപ്ലോയി ആയിരുന്നു. എത്ര ആൾക്കാരുണ്ട്? ഹൗ ബിഗ് വാസ് ഇറ്റ് വെൻ സിംഗ ഗോട്ട് IPO ആയിരുന്നപ്പം മേ ബി വി വർ ലൈക്ക് 2000 പീപ്പിൾ. അപ്പോൾ 2012 ഒരു മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്ക് സിംഗ IPO പോയി. അപ്പോഴും യുനോ ആ സമയത്തൊക്കെ RSU ഒക്കെ ഉണ്ടായിരുന്നു. റെസ്ട്രിക്റ്റഡ് സ്റ്റോക്ക് യൂണിറ്റ്സ്, വിച്ച് ഇസ് സ്റ്റോക്ക് ഓപ്ഷൻസ്. ആ സമയത്തൊന്നും ആർക്കും ഈ ഇന്ത്യയിലൊന്നും വർക്ക് ചെയ്ത ആർക്കും ഇങ്ങനൊന്നും കിട്ടിയിട്ടുകൂടിയില്ല. അല്ല, ഐ ഓൺഡ്. ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു ആസ് എൻ ഏർലി സിംഗ ഇന്ത്യ എംപ്ലോയി ആൻഡ് ഓൾ ദോസ് തിങ്സ്. But the point was that Zynga was a very exciting Bay Area-like structure, which formulated my mind into how I can build products for the world. Appo more than anything at Zynga, I knew how American audience reacted to products, how international audience reacted to products. അവർ എന്താണ് അഡിക്റ്റീവ് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ സിംഗയിലൂടെ ഗെയിംസ് ഉണ്ടാക്കുമ്പം നമുക്ക് അന്ന് വെർച്വൽ കറൻസി എന്നൊക്കെ പറയുന്നത്, വെർച്വൽ മണി എന്നൊക്കെ പറയുന്നത്, I remember telling my dad about this and he didn't get it. So നിങ്ങൾ ഗെയിമിൽ ഒരു സാധനം മേടിക്കും, കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ സാധനം പോവും, അതിന് നിങ്ങൾ $50 കൊടുത്തോ. It was very hard for people to comprehend even in 2010, 2011 times around these kind of things. So Zynga was way ahead of the market at that time. And I got to work at the peak going there. പിന്നെ IPO ആയപ്പോഴത്തേക്ക് തിങ്സ് സ്റ്റാർട്ടഡ്. സക്കർബർഗും പിങ്കസും തമ്മിൽ അത്ര റിലേഷൻഷിപ്പ് നല്ലതല്ല. മൊബൈൽ വേവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. മൊബൈൽ വേവ് ക്യാപ്ചർ ചെയ്യാൻ കുറെ റിലേഷൻഷിപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പിങ്കസ് ലോസ്റ്റ് ഓൺ ദറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ കുറേ നല്ല ആൾക്കാർക്കും ആ ഫീലിംഗ് പോയി തുടങ്ങി.
അപ്പം ഞാൻ ആ സമയത്തായിരുന്നു ഞാൻ ഒരു സൈഡ് പ്രോജക്റ്റായിട്ട് കുക്കുംബർ ടൗൺ കോഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ ആ സമയത്ത് I was reading about all these startups in the Bay Area, everything. And I started അന്നും കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ എന്തെങ്കിലും പബ്ലിഷിംഗ് ബിൽഡ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ റീച്ച്ഡ് ഔട്ട് ടു സോ വി വർ 4 founders in 4 continents. നമ്മൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. സോ എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു ആദ്യമേ തൊട്ട്, മേ ബി ലൈക്ക് 2004 തൊട്ട്, അതിപ്പോഴും ഉണ്ട്. ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫൗണ്ടറോ ലീഡറിനെയൊക്കെ കണ്ടാൽ മെയിൽ അയക്കും. എങ്ങനെ ആ സമയത്ത് ഈ സ്റ്റോൾമെന്റ് മെയിൽ അയച്ച കണക്ക് കുറെ പേര്, മിക്കവരും റെസ്പോണ്ട് ചെയ്യത്തില്ല, ബട്ട് സം പീപ്പിൾ എൻഡ് അപ്പ് റെസ്പോണ്ടിങ്. ലൈക്ക് റെസ്പോണ്ട് ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ ലിനസ് ടോർവാൾസിന് മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇങ്ങനെ 1 ലൈനായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഒരു ഹോങ്കോങ് ബില്യണയറിന് ഞാൻ ലീക്ക ഷിങ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ലൈക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ മെയിൽ അയക്കും, എന്തെങ്കിലും ആവശ്യം അവർക്കായിട്ടും കൂടെ പ്രയോജനപ്പെടുന്ന ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ. ആൻഡ് വെൻ ദേ സീ എ വെരി എൻതൂസിയാസ്റ്റിക് വെരി യങ് ഗൈ who is energetic about doing things, most people just respond if you have clarity of thought or how it's written down there. അങ്ങനെ ഈ ഇതിൽ ഞാൻ കുറേ ആൾക്കാർക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. And one of the guys who responded to me was the CEO of a company called Information Architects. Now Information Architects മിക്കവർക്കും അറിയത്തില്ല, but they are behind the design of most of the products out there right now. ഫേസ്ബുക്കിൻ്റെ പല സ്റ്റിക്കേഴ്സും ഫോൺസും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ടൈപ്പോഗ്രഫിയിൽ അവരാണ്. സ്വിസ് ഡിസൈൻ, വേൾഡ് നമ്പർ 1, പല ന്യൂസ് പേപ്പേഴ്സും ഡിസൈൻ ചെയ്ത അവരാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തോ എൻ്റെ ഭാഗ്യത്തിന് അതിൻ്റെ CEO എൻ്റെ മെയിലിന് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു, നിനക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, ലെറ്റ്സ് ഗോ ഡു ഇറ്റ്. So he gave you the idea and all this. Idea എൻ്റെ ആയിരുന്നു, but he said from a design perspective I'll help you with all these things. So എന്താണ് Cucumbertown for the audience? Like Cucumbertown അന്ന് initially it was envisioned as a platform for anybody to write cooking related posts like Tumblr in a very frictionless way. അന്നും ആൾക്കാർക്ക് കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റ് വാസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അന്ന് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഫാസ്റ്റായി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഐ തോട്ട് ഇഫ് ഫ്രണ്ട് എൻഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്, പീപ്പിൾ വിൽ പബ്ലിഷ് എ ലോട്ട് മോർ കുക്കിംഗ് റിലേറ്റഡ് കോണ്ടന്റ്. അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. ദെൻ വി ഇവോൾവ്ഡ് ഇറ്റ് ഇൻ ടു WordPress like platform where you could own a domain, own your own theme, and we will host it on our platform and we will monetize it for you. So the thing about food blogging even now is that very few food blogs make a lot of money. And that's because food blogging, like many areas in blogging, has this phenomenon where the husband or the boyfriend is in the tech industry and knows about ad revenue and hosting and others really well, that they optimize these blogs to make a lot of money. Adinte oru example nu vecha, there were blogs in India that made couple of million page views per month, but made only like $300 in revenue per month. But there were blogs in the US with similar page views that made like $50,000 a month in revenue. This is ridiculously a big gap. And then I understood that ഇവർക്കൊന്നും AdSense ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ അറിഞ്ഞു. സോ വി ഇവോൾവ്ഡ് Cucumbertown into a blogging platform where we said, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ ബ്ലോഗ് കോണ്ടന്റ് എഴുതിയാൽ മതി, നമ്മൾ ബാക്കി ഹോസ്റ്റിംഗ് തൊട്ട് എല്ലാം മോണിറ്റൈസിങ് തന്നിട്ട്, and we will give you a cut of the revenue, which will be higher than the revenue if you were doing off your own. And this was appealing to a lot of people because they were all mostly women who were doing it independently. Now ഇത് നമ്മൾ സൈഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ദിവസം ഞാൻ സിംഗയിലായിരുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബോസിന്, ഹു വാസ് ദി ക്രിയേറ്റർ ഓഫ് മൈ മിനി ലൈഫ് വിച്ച് ബിക്കെയിം ഫാംവിൽ, ഞാൻ പുള്ളിക്ക് ഇത് കാണിച്ചു കൊടുത്തു. മാർക്ക് പിങ്കസ് അല്ല, എൻ്റെ ഇമ്മീഡിയറ്റ് ഈ സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടർ ആയിരുന്നു, മൈ മിനി ലൈഫിന്റെ സാവോ യാങ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ സാവോ പറഞ്ഞു, ഇത് നീ
let me introduce you to someone who will evaluate if you are good at this. So that someone was Naval Ravikant. ഇപ്പോഴാണ് നവാൽ രവികാന്ത് എൻ്റർ ചെയ്തത്. പിക്ചറിൽ വന്നത്. അപ്പോൾ സാവോ എന്നോട് പറഞ്ഞു, ലെറ്റ് മീ ഇമെയിൽ നവാൾ ആൻഡ് സി ഇഫ് ഹീൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ മീറ്റിംഗ് യു. അപ്പം നവാളിനെ മെയിൽ അയച്ചപ്പോൾ ഞാൻ എന്തൂസിയാസ്റ്റിക് ആയിട്ടൊരു റെസ്പോൺസ് ഒക്കെ അയച്ചു. അപ്പം നവാൾ പറഞ്ഞു, എപ്പോഴാണ് നീ യു എസ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച കണ്ട് യു എസിൽ വരും. അപ്പം നവാൾ പറഞ്ഞു, യു കം ടു മൈ ഓഫീസ് ആൻഡ് ലെറ്റ്സ് സ്പീക്ക് എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് SF ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഐ വെൻ്റ് ആൻഡ് മെറ്റ് ഹിം ദർ. അപ്പം നവാൾ പറഞ്ഞു, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് ലെറ്റ്സ് ടോക്ക്. അപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് 10-minute മീറ്റിംഗ്, ബട്ട് വി എൻഡഡ് അപ്പ് സ്പെൻഡിങ് കപ്പിൾ ഓഫ് hours ടുഗെദർ. അപ്പോൾ നവാൾ പറഞ്ഞു, ഓക്കെ ഞാൻ നിനക്ക് പൈസ തരാം, ആൻഡ് യു ക്വിറ്റ്, ബട്ട് യു ഹാവ് ടു ക്വിറ്റ് യുവർ ജോബ് ആൻഡ് ഇത് ഫുൾ ടൈം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ എത്ര പൈസ തരുന്നതെന്നൊക്കെ. അപ്പോൾ പുള്ളി അപ്പോഴും ഞാനിങ്ങനെ ഒരു ദിവസം എടുത്ത് ആലോചിക്കുകയാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താണ് ഹെസിറ്റേഷൻ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നവാൾ കമ്പനി പോലും തുടങ്ങിയിട്ടില്ല, ഒരു ഐഡിയ ഇല്ലേ, ഇതൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നവാൾ പറഞ്ഞു, ദിസ് ഇസ് ദ റൈറ്റ് അപ്രോച്ച്. ദ റൈറ്റ് അപ്രോച്ച് ഇസ് നെവർ ടു ബിൽഡ് എ കമ്പനി ഫസ്റ്റ്. ദ റൈറ്റ് അപ്രോച്ച് ഇസ് ടു ബിൽഡ് എ പ്രോഡക്റ്റ് ദാറ്റ് പീപ്പിൾ ലവ്. And if it has traction, which you have right now as a side gig, now you go create the company. And here is $100,000 to get started. ഒരു ക്വസ്റ്റ്യനും ഇല്ല. He said, but $100,000, I'm telling you, I'll transfer right now, but I can't transfer it to your personal account. I'll transfer it to the company account with a bank account associated with it. അപ്പോൾ then I said, okay, ഇത് മതി, ലൈക്ക് കമ്പനി ഉണ്ടാക്കണം. സോ പിന്നീട് പുള്ളി ഹി ഇൻട്രൊഡ്യൂസ് മീ ടു ഹിസ് ലോയേഴ്സ്, കുറേ ആൾക്കാരെ. എന്നിട്ട് പുള്ളീൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും പുള്ളി 1 line മെയിൽ, ഹായ്, ഐ ബിലീവ് ഇൻ ചെറിയാൻ തോമസ്, പ്ലീസ് മീറ്റ് ചെറിയാൻ. അപ്പോൾ ഹി ഇൻട്രൊഡ്യൂസ് മീ ടു അറ്റ്ലീസ്റ്റ് ലൈക്ക് 25 people. I met with all of them. And I was like hustling. എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നു. I was just in the US for like 3-4 days. This was like 2012, And എല്ലാവരും പറഞ്ഞു, ഓക്കെ 100,000 എൻ്റെ വകയുണ്ട്, യു ഗോ സ്റ്റാർട്ട്. നവാളിട്ടില്ലേ, ഞാനും ഇടാം. There was 500 startups എന്ന് പറയുന്ന ആക്സിലറേറ്റർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഓക്കെ നമ്മൾ 100,000 ഇടാം. പിന്നെ നവാളിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നമ്മളൊരു 50,000 ഇടാം, 60,000 ഇടാം. നവാൾ എന്താ ടേംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ സെയിം ടേംസിൽ നമുക്ക് വേണം എന്ന് പറഞ്ഞു. സോ ഐ വാസ് ഏബിൾ ടു റേസ് ലൈക്ക് സം 350,000-400,000 in like 2 days. Like ഇങ്ങനെ എല്ലാവരെയും മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് he said like, you go raise. ആ സമയത്ത് ഞാൻ മീറ്റ് ചെയ്ത ഒരാളായിരുന്നു, നവാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മീറ്റ് ചെയ്തായിരുന്നു, സാഹിൽ. ഗം റോഡിൻ്റെ സാഹിൽ വന്ന് ഗം റോഡ് തുടങ്ങുവാണ്. ലൈക്ക് ഹി വാസ് ലൈക്ക് സം മേ ബി എ മന്ത് ഇൻ ടു ഇറ്റ്. സാഹിൽ എന്നെ കുറേ പേരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം വി മെറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് എവറിബഡി ലൈക്ക് ദാറ്റ്. ഇതിൻ്റെ ടാർഗറ്റ് അഡ്രസ്സബിൾ മാർക്കറ്റ് ഹ്യൂജ് ആണ്. ആൻഡ് ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് സ്റ്റോറി ടു ഗോ ബിൽഡ്. പിന്നെ ഞാൻ സിംഗയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ഞാൻ ഷാനോടൊക്കെ പറഞ്ഞു, ഷാൻ പറഞ്ഞു, നീ പോ സ്റ്റാർട്ട് ചെയ് എന്ന് പറഞ്ഞു. ഇല്ല, ആ സമയത്ത് മൂവ് ചെയ്തില്ല. ദെൻ ഐ കെയിം ബാക്ക് ഹിയർ ആൻഡ് ദെൻ ഐ ക്വിറ്റ് ദ ജോബ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ദ കമ്പനി. ഫണ്ട്സ് ഒക്കെ വരാൻ മേ ബി ഒരു മാസം എടുത്തു. ബട്ട് എവറിബഡി വാസ് ഓൺ സ്പോട്ട് ആൻഡ് മെയ്ഡ് ദെയർ കമ്മിറ്റ്മെന്റ്സ്. And then we went into absolute product creation mode, full on blast ഉണ്ടാക്കാൻ തുടങ്ങി. And I had really good people. അന്നും MEC juniors ആയിരുന്നു, who became my co-founders at that time. അരുൺ പ്രഭാകർ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഹി സ്റ്റിൽ എൻ്റെ ഇപ്പോഴത്തെ കമ്പനിയിലും എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ എക്സ്ട്രീംലി ട്രസ്റ്റ് വർത്തിയാണ്. ഇപ്പം ആൾക്കാർ എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഐ തോട്ട് വാസ് ലൈക്ക് ഇൻക്രെഡിബിൾ. ഞാനൊരു കാര്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല, ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കണക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് പോയി ബിൽഡ് ചെയ്യാം, പൈസയൊക്കെ കിട്ടുമായിരിക്കും, but let's go build it out. And people just came together, and we started building it, and then it started scaling up well. At that point നമ്മൾ സീരീസ് എക്ക് വേണ്ടി ഞാൻ US പോയി. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് കിട്ടി, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, ഒരു അറ്റ് പീക്ക് ബിഫോർ റേസിംഗ് നെക്സ്റ്റ് റൗണ്ട് എന്തായിരുന്നു മെട്രിക്സ്, ഇഫ് യു റിമെമ്പർ? ആ സമയത്തെ മെട്രിക്സ് എനിക്ക് തോന്നുന്നു 1 million പേജ് വ്യൂസ് പെർ ഓർ 1 million യൂസേഴ്സ് പെർ മന്ത് ഉണ്ടായിരുന്നു. ദിസ് ഇസ് 2014 എന്ന് വേണമെങ്കിൽ പറയാം. 1 million യൂസേഴ്സ് പെർ മന്ത്
പിന്നെ എൻഗേജ്മെൻറ്റ് സ്ട്രോങ് ആയിരുന്നു. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2-sided മാർക്കറ്റാണ്. ക്രിയേറ്റേഴ്സ് വന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, കുറേ ആൾക്കാർ വന്ന് കൺസ്യൂം ചെയ്യും. പക്ഷേ ക്രിയേറ്റേഴ്സ് എല്ലാ ദിവസവും അല്ല കോണ്ടന്റ് ക്രിയേറ്റ്, ബിക്കോസ് ദേഴ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ക്രിയേറ്റ്. ഈ പോഡ്കാസ്റ്റ് പോലെ കുറേ എഫേർട്ട് എടുക്കും ക്രിയേറ്റ് ചെയ്യാൻ. ഫോട്ടോസൊക്കെ നല്ലതായിരിക്കും. സോ മേ ബി ദേ വിൽ ക്രിയേറ്റ് ലൈക്ക് 2 content per week. And then it would go publish, and then you would get a lot of page views. So creator side etra number of creators? Annu namukku at least we used to have like 3,000 plus good creators, Okay. and megaphone effect undarunnu, which is like very few creators got a lot of page views. Oh. I mean, that would drive a lot of traction into the system, and nammal kore cross promote cheyarnu, and that would lead to smaller creators getting a lot more attention. Okay, if I remember, Cucumbertown is like ടംബ്ലർ പോലെ ഒരു പേജ് ആയിരിക്കും, പിൻട്രസ്റ്റ് പോലത്തെ സംഭവമായിരിക്കും. ടംബ്ലർ പോലെ എന്ന് ആലോചിച്ചാൽ മതി. അവിടെ പല ആൾക്കാരുടെയും ബ്ലോഗ്സ് ഉണ്ടാവും. വിത്തിൻ ദ സൈറ്റ് ആണോ അല്ലെങ്കിൽ അവരുടേതായ സൈറ്റ് ആണോ? അവരുടെ സൈറ്റ് ആയിരുന്നു. ഓക്കെ. സോ cucumbertown.com പോയിട്ട് ലോഗിൻ ചെയ്താൽ അതിൻ്റെ അകത്ത് കാണുന്നത് ഇഫ് യു റൈറ്റ് എ റെസിപ്പി ഹിയർ ഇറ്റ് വിൽ ഗെറ്റ് പബ്ലിഷ്ഡ് അണ്ടർ യുവർ ഡൊമൈൻ. അപ്പോൾ വേർഡ് പ്രസിൻ്റെ ബാക്ക് എൻഡ് പോലെ ഇരിക്കും. ഓക്കെ. So you would log in into that, type in and publish it, and it would show up on your blog URL, which is essentially a Cucumbertown hosted blog എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ മേ ബി അവിടെ താഴെ എവിടെയെങ്കിലും ഉണ്ടാവും? ഉണ്ടാവും. ഒരു ഫുട്ടറിൽ മാത്രമേ ഉള്ളായിരുന്നു, ബട്ട് എവറിത്തിങ് എൽസ് വാസ് there, and you could customize your theme, you could customize a lot of things to publish according to your, the identity was a huge important factor for bloggers even at that time. ആ സമയത്ത് ബ്ലോഗർ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവാൻ വില്യംസ്, ജാക്ക് ഡോർസി, ഇവാൻ വില്യംസിൻ്റെ ഒക്കെ കുറെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ വി വർ ജസ്റ്റ് ക്രിയേറ്റിംഗ് ഫോർ ദോസ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്. നിങ്ങൾ ആ ഒരു ഫുഡ് ബ്ലോഗിംഗ് നിഷ് തന്നെയാണ് ഫോളോ ചെയ്തത്? ഡിഡ് യു എക്സ്പാൻഡ് ടു അതർ? നോ ഫുഡ് ബ്ലോഗിംഗ് നിഷ് മാത്രമായിരുന്നു. അപ്പോൾ ദ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇസ് ദാറ്റ് സീരീസ് എയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ പോയപ്പോൾ, സോ വി ഹാഡ് അനദർ റൗണ്ട് ഓഫ് ഫണ്ടിങ് ബൈ ഹെലിയോൺ വെഞ്ചേഴ്സ് ഓവർ ഹിയർ, and they were really good investors. അവർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നപ്പോൾ we had enough cash in bank, അപ്പോൾ we trusted them, they all those kind of things. And then സീരീസ് എയ്ക്ക് വേണ്ടി US പോയപ്പോഴാണ് they said like ഇനി നിങ്ങൾ strategic investors-ne konduvaranam, like people who have an understanding of the publishing domain and all those kind of things, bring them on board so that we will follow on the round, but they have to lead the round. Angane njan kore cooking and publishing industry ilulla aalkare meet cheyan thodangi. Appoഴാണ് I met our potential acquirer at that time. അവർ early stage-il പറഞ്ഞു നിങ്ങൾക്ക് പൈസ നമ്മൾ തരാൻ പറ്റും for Series A, let's continue the journey with us as the strategic leader. But later on, avaru paranju, we are more interested in acquiring you than putting in money, because our kore complicated reasoning undarunnu. Appo annathe market dynamics vechittu I thought it would be a good decision to go sell the company, and the money was fairly lucrative at that point of time. നമുക്ക് നല്ല ബഫർ കിട്ടും. സോ Cucumbertown സീരീസ് എ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് സെറ്റ്, ഹെലിയോണൊക്കെ പറഞ്ഞു നിങ്ങൾ സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കുക. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ സംബഡി ഹു ഇസ് ആൻ എക്സ്പെർട്ട് ഇൻ ദറ്റ് particular domain that you are operating in. അപ്പോൾ ഫുഡ് ആൻഡ് സ്പേസിൽ ഫുഡ് ആൻഡ് പബ്ലിഷിംഗിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കും. സോ വി മെറ്റ് വിത്ത്, ദർ ആർ ലോകത്ത് ഫുഡും പബ്ലിഷിങ്ങിലും ഒരു 5 പേരെ ഹോൾഡിംഗ് കമ്പനീസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. വൺ ഈസ് എ കമ്പനി കോൾഡ് മെറിഡത്ത് ഇൻ ദി US. ദേ ഓൺ റീഡേഴ്സ് ഡൈജസ്റ്റ്, ഓൾ റെസിപ്പീസ്, ഇങ്ങനെ കുറേ പബ്ലിക്കേഷൻസ് ഓൺ ചെയ്യുന്ന ഒരു പേരന്റ് കമ്പനിയാണ്. ടാറ്റ പോലത്തെ ഒരു കമ്പനിയാണ്. ആൻഡ് ദേ ഓൺ ഓൾ ദീസ് തിങ്സ്. ദേ ആർ എക്സ്ട്രീംലി പവർഫുൾ. സെക്കൻഡ് ഇൻ യൂറോപ്പ് ഇസ് അനദർ കമ്പനി കോൾഡ് ബർട്ടിൽസ്മാൻ. ബർട്ടിൽസ്മാൻ ഓൺസ് സെവിയർ, ഫുഡ് ആൻഡ് വൈൻ, അങ്ങനെ കുറേ മാഗസിൻസും പബ്ലിക്കേഷൻസും ഓൺ ചെയ്യുന്നതാണ്. അതേപോലത്തെ ഒരു കമ്പനി ഇൻ ഏഷ്യ ഇസ് കോൾഡ് കുക്ക്പാഡ്. അപ്പോൾ അവർക്കുണ്ട് കുറേ മാഗസിൻസ് പബ്ലിഷിംഗ്. They are present in Indonesia, Southeast Asia, Thailand, കുറേ രാജ്യങ്ങളിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരെ എല്ലാവരെയും പോയി കണ്ടു. ആൻഡ് ദിസ് അഗെയിൻ ഇസ് ദ പവർ ഓഫ് ബീയിങ് ഇൻ ദ ബേ ഏരിയ. ബേ ഏരിയയിൽ എത്തിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓഫീസ് ഉണ്ട്. എൻ്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് പവർഫുൾ ആയതുകൊണ്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമായിരുന്നു.
and they would take the meeting, and I met with Meredith, I met with Bertelsmann, I met with Cookpad. കുക്ക്പാഡിൻ്റെ ഫൗണ്ടറിനും ബേരിയയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, പാലോ ഓൾട്ടോയിൽ. പുള്ളിനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വി ആർ വെരി ഇൻട്രസ്റ്റഡ്, ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് കോൺവെർസേഷൻ. അവർ കണ്ടിന്യൂ ചെയ്തു. And we said we needed at least 5 million to do the Series A. And നിങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേക്ക്, ഒരു ഓണർഷിപ്പിലേക്ക്, so that you can become a 50 to 51% stake ownership by Series B or Series C എന്ന് പറഞ്ഞു. അപ്പോൾ they were very interested. They continued that conversation, which took more than like 5 months. അപ്പോൾ we were under another problem, which is, as we mentally pictured ourselves closing in with this strategic partner, we stopped talking to everybody else. Which is because we thought, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഇവർ പറഞ്ഞു, നമുക്ക് നിങ്ങളെ അക്വയർ ചെയ്യാനാണ് താല്പര്യം, നിങ്ങളെ ഫണ്ട് ചെയ്യാൻ താല്പര്യമില്ല. Our dynamics internally have changed. Now Cookpad is a very large company. Avarka they can they had their own political issues and all those things. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 5-6 months കഴിഞ്ഞു, നമ്മൾ ഫണ്ടിങ് നമ്മുടെ റൺവേൻ്റെ എൻഡ് ഓഫ് സൈക്കിളിലേക്ക് നീങ്ങുവാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ദിസ് ഇസ് ദ റൈറ്റ് പാത്ത് ഫോർവേഡ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ then I reached out to my existing investors, told them. In fact, നമുക്ക് ഒരാൾ ഫണ്ട് ലൈക്ക് അടുത്ത സീരീസ് എയുടെ ക്യാഷും ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ഈവൻ റൈറ്റിംഗ് എ നോട്ട്. ലുഡ്ലോ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആൻഡ് they were very excited about us that they transferred like 200,000 without even like signing in on somewhere. ഇവർക്കൊക്കെ നമ്മൾ we wrote to them and said, look, I personally think this is the right path forward. My co-founders were with me, Chris from Switzerland, Arun from MEC, Dan from Pennsylvania. നമ്മളെല്ലാവരും ഒരേ പിക്ചറിലായിരുന്നു. And then we said, let's go sell the company. And Cookpad, and even then I always knew that companies are bought, not sold. And here is a buyer who has shown interest. So, വേറെ ആരും ഇതിൻ്റെ അകത്ത് ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരെ പ്ലെയേഴ്സ് ഉള്ളൂ. വൺ ഇസ് ബർട്ടിൽസ്മാൻ, മെറിഡത്ത്, കുക്ക്പാഡ്. അല്ലെങ്കിൽ എനിക്ക് IPO ചെയ്യണം. ആൻഡ് ദ പാത്ത് ലുക്ഡ് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ടു ഗോ ടു ആൻ IPO. ഏത് ഇയറിലാണ് ഇത് അക്വയർ ചെയ്തത്? 2015. So the conversation started somewhere late 2014, ഒരു ഓഗസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത 2015 ജനുവരി ആയപ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ they were happy to acquire. ഇൻവെസ്റ്റേഴ്സിനെല്ലാം പൈസ റിട്ടേൺ ചെയ്യാം. എവറിത്തിങ് ലൈക്ക് ദേ വിൽ മേക്ക് ലൈക്ക് 3 or 4x എന്നൊക്കെ. അപ്പോൾ then I thought it would be a great path forward. We agreed to it, and it took us maybe like couple of months to close the acquisition. Okay, അപ്പോൾ let's say maybe a huge chunk of money ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ what did you do with that money? Like, so the beautiful thing about that is, ആദ്യമേ അത്രയും പൈസ വരുന്നത് റിമ്പ് അപ്പോഴും സ്റ്റാർട്ടപ്പ് സീനസ് ലൈക്ക് ബേരിയയിൽ കുറേ ഗ്രേറ്റ് സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഇവിടെ ഒന്നും അത്രയും വന്നിട്ടില്ല. ആൻഡ് കുറേ കാശ് വന്നാൽ യു ബിക്കം നോൺ റിലയൻറ്റ് ഓൺ എ ജോബ്. In a very simple term, your freedom of thought becomes very easy, which is, I hope a lot of people understand this, that the moment you hit a spot in life where you do not care about being employed in the future, you can do absolutely anything. Like ജീവിതത്തിൻ്റെ അറിയാത്ത ഒരു വലിയ burden just like washes off. Like you would have never even thought about that situation, but it happens. So I got into that situation, not completely, but a large chunk of cash came to our co-founders and me, and I was like, okay, ഇനിയിപ്പം ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്യാൻ എന്ന് വെച്ചാൽ I took the time off. ഇനിയിപ്പം
എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം, പതുക്കെ ആലോചിക്കാം. ഇതെല്ലാം വരാം. അപ്പൊ ബേരിയക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബേരിയക്ക് മൂവ് ചെയ്തു. പാർട്ട് ഓഫ് ദ അക്വിസിഷൻ part of the acquisition, they wanted me to run this from that office in the Bay Area. Okay. And they were okay with the rest of the team over here. So that propelled me to be in the Bay Area too. And my wife also landed up working for a startup that she worked in the networking domain space, and she worked for Ericsson in Bangalore. പക്ഷേ എറിക്സനെക്കാട്ടിലും നല്ല വർക്ക് കിട്ടുന്ന ഷീ ഫൗണ്ട് സ്റ്റാർട്ടപ്സ് ദാറ്റ് വെർ ഡൂയിങ് ദിസ്. ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനത്തെ സ്റ്റാർട്ടപ്സ് ഇല്ല ദാറ്റ് വർക്ക് ഓൺ കോർ IP ലെയർ, all those kind of things, you know. So she loved being in the Bay Area, working on she is also a fairly high IQ person. എൻ്റെ classmate ആയിരുന്നു മോഡലിൽ. And part of the reason why I was able to do all these kind of things is also because she took care of everything for me, you know. So I could just do business, you know, do all these things. So combined together, I said like, ini namukku, you know, let's see what's our path forward. അടുത്ത കമ്പനി തുടങ്ങാൻ തന്നെ ആയിരുന്നു പ്ലാൻ, all those things, you know. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേ ബി എ ഇയർ ഹാസ് പാസ്ഡ്. ഐ സ്റ്റാർട്ടഡ് അക്വയറിങ് ന്യൂ ഹോബീസ് ഇൻ ലൈഫ്, വിച്ച് ഇസ് ഫ്ലൈ ചെയ്യണമെന്ന് തോന്നി. അപ്പം എയർപ്ലെയിൻ ഫ്ലൈ. ഞാനത് പറയാൻ വരുന്നത്, ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഫുൾ ഒരു ഗ്ലൈഡർ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എയർപ്ലെയിൻ ഫ്ലൈയിങ് ആയിരുന്നു, ആക്ച്വൽ എയർപ്ലെയിൻസ് ഫ്ലൈയിങ് ആയിരുന്നു. ഇതൊക്കെ കുറച്ച് ലൈക്ക് യുനോ യു സ്റ്റാർട്ട് ടു അക്വയർ ദോസ് കൈൻഡ് ഓഫ് ഹോബീസ്, ആൻഡ് അതൊക്കെ കുറച്ച് ത്രില്ലിങ് ഇതായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് റോക്ക് ക്ലൈംബിങ്, ആൻഡ് ഇറ്റ് വാസ് ഓൾസോ an extremely adrenaline rush sport and all those things. And started doing this, and then പണി ചെയ്യണം എന്ന് ഇങ്ങനെ like if I find the right idea and if I want to do it, I'll go do it എന്നുള്ള attitude. You had runway, I think, right? Maybe. Yeah, maybe അപ്പം നമുക്ക് maybe ഒരു 10 years runway ഉണ്ട്. 10 years runway. 10 years runway ഉണ്ട്. You could run off that. ആ സമയത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. Of course ആ US വിട്ട് ഇന്ത്യയിൽ തിരിച്ചു വരുവാണെങ്കിൽ പിന്നെ പണിയണ്ട, ലൈക്ക് യുനോ ലൈക്ക് ഇവിടെ ഒരു വീട് കെട്ടിയിട്ട് കൊച്ചിയിലിരിക്കായിരുന്നു. What made you to again start? അതൊരു പോയിന്റ് ആണല്ലോ, മേ ബി ഈ ഒരു പോയിന്റിന് വേണ്ടിയായിരിക്കും കുറെ ആൾക്കാർ വർക്ക് ഓൺ ചെയ്യുന്നത്. യു മേഡ് ദാറ്റ് പോയിന്റ്. Then what motivated you to start again? ആ ഒരു കിക്കാണോ? What actually was the thing? Yeah, it is that നമ്മൾ ആക്ച്വൽ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്നത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ്. സോ ദ ഹാർഡസ്റ്റ് ടൈം ഫോർ മീ വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ലൈക്ക് ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്ന എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ആലോചിച്ചിട്ടും എൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ലൈക്ക് എൻ്റെ ഐഡിയകളെല്ലാം പോയോ? ലൈക്ക് ഇതൊക്കെ ഞാൻ കുറേ ഇരുന്ന് വായിച്ചിട്ട് ടെക്രഞ്ചും ദ നെക്സ്റ്റ് വെബും അങ്ങനത്തെ കുറേ പബ്ലിക്കേഷൻസ് വായിക്കുക. എന്നിട്ട് വേരിയേഷൻസ് ഓഫ് അവരുടെ ഐഡിയ വെച്ച് എൻ്റെ ഐഡിയ വെച്ചിട്ട് ബെറ്റർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ കുറേയൊക്കെ നോക്കിയിട്ട് ഒന്നും ഒരു ഇത് എനിക്ക് ഈ സാസ് B2B ചെയ്യാൻ ഈ സെയിൽസ് ഫോഴ്സിനെ വെച്ച് ഏതെങ്കിലും കമ്പനി പോയി വിൽക്കുന്ന ഐഡിയ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്തായിരുന്നു ഇപ്പോൾ ഐഡിയ ആണെങ്കിലും what were you looking for? Idea? Consumers products, you know, and I'll come to that later on why I went to impending, you know, like that will define over there, you know. But the main idea was like consumer products മാത്രമേ നോക്കത്തുള്ളൂ എന്നായിരുന്നു. അപ്പം ആയിട്ട് ഒന്നും കണ്ടെത്തിയില്ല. ആൻഡ് മൈ ബാർ വാസ് ദാറ്റ് ഇനി ഞാൻ ബിൽഡ് ചെയ്യുവാണെങ്കിൽ ഒരു $1 billion പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഇതിലായിരുന്നെങ്കിൽ. ആ സമയത്ത് എൻ്റെ സിംഗയിലുള്ള എക്സ് കൊളീഗ് സെക്വയയിൽ വർക്ക് ചെയ്യായിരുന്നു, സെക്വയ ക്യാപിറ്റൽ. സോ ദേ ഇൻവെസ്റ്റഡ് ഇൻ ബൈജൂസ്. അപ്പോൾ ബൈജൂസ് അന്നൊരു ട്യൂഷൻ സെൻ്റർ ആയിട്ടൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഒരു ദിവസം റോയ് അറ്റ് സെക്വയ മെയിൽഡ് ആൻഡ് സെഡ്, വി ഹാവ് പുട്ട് ഇൻ സം മണി ഇൻ ടു ബൈജൂസ്. Are you interested in talking to Byjus? Because Byju wants to expand beyond India. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ബൈജുവിനോട് സംസാരിച്ചപ്പോൾ ദ റിതം വാസ് ലൈക്ക് വെരി സിമിലർ, യുനോ, ലൈക്ക് he wanted to move fast. അപ്പം എനിക്ക് തോന്നി ലെറ്റ് മീ വർക്ക് അറ്റ് ഹൈപ്പർ സ്കെയിൽ. കാരണം
സിംഗയിൽ വർക്ക് ചെയ്ത ഹൈപ്പർ സ്കെയിൽ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഹൈപ്പർ സ്കെയിലിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും പൊട്ടും. അപ്പോൾ എക്സ്ട്രീംലി നല്ല ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് ഫിക്സ് ചെയ്യും. പിന്നെ എല്ലാവരും, എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്താണെങ്കിൽ മീറ്റിങ്സ് ഒന്നും നടത്താനുള്ള സമയമൊന്നുമില്ല. എല്ലാവരും താഴെ പോയി സിഗരറ്റ് വലിക്കും. ഞാൻ വലിക്കില്ലായിരുന്നു, പക്ഷെ എന്നാലും അവരുടെ കൂടെ പോകുമായിരുന്നു. എന്നിട്ടൊരു കട്ടിങ് ചായയൊക്കെ കിട്ടും, ഒരു 5 രൂപയ്ക്ക്. ബാംഗ്ലൂർ. അപ്പോൾ ആ സമയത്തായിരിക്കും ഇങ്ങനെ ഭയങ്കര ഡീപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവുക. ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ SSL നമുക്ക് ഇങ്ങനെ പ്രോക്സ് ചെയ്ത് വിട്ടാൽ നമുക്കൊരു 50 മില്യൺ കണക്ഷൻസും കൂടെ പാരലൈസ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ ഒരു 5 മിഷ്യനിൽ നമുക്ക് 5 മില്യൺ യൂസേഴ്സിനെ നമുക്ക് പാരലായിട്ട് സപ്പോർട്ട് ചെയ്യാം. വലിയ വലിയ ഇമെയിൽസിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പറയും, എന്നിട്ട് പറയും ചെറിയ നീ പോയി അത് ചെയ്യും, ഞാനിത് ചെയ്യാം, രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് കോഡ് മേർജ് ചെയ്യാം, എന്നിട്ട് നീ അവന്മാരോട് മെയിൽ ചെയ്തിട്ട് പറ ഒരു ദിവസം വെയിറ്റ് ചെയ്യും, നമ്മൾ ഇത് ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറയും. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ലൈക്ക് ദാറ്റ് വാസ് കൈൻഡ് ഓഫ് സംതിങ് ദാറ്റ് ഐ മിസ്ഡ്, ബട്ട് ഐ ഡിഡ്ന്റ് നോ ഐ മിസ്ഡ്, യുനോ. സോ ബൈജൂസ് ആ സമയത്ത് ബൈജു പറഞ്ഞു, സി ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എനിക്കൊരു സ്വപ്നമാണ്, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനിബഡി ഹൂ വിൽ ഡു ഇറ്റ്. And Sequoia പൈസ ഇട്ടപ്പം our understanding is we'll expand here. If you can run this without any interference into it, I'll help you give the capital and all those things. And I found it very lucrative. He said, you run it like your own company. Here, I'll commit to at least like $10 million for you to run it. And so like ഇതൊക്കെ ഒരു just സംസാരമായിരുന്നു. And this provided me, so there is a strange math that most people need to understand here, you know. And this I saw at Zynga too. Financial outcome വെച്ച് നോക്കുകയാണെങ്കിൽ you are better off as a VP of a hyper growth company when it breaks through than as a founder of a small company that sells for like 50 million, you know. For example, you start a company, you sell the company after 7 years for 50 million, you know. Given enough dilution and all those things, you will probably make like 4 or 5 million, you know. But if you are a senior employee at a hyper growth company like a Facebook or a Twitter, or you know, at the time Byjus was breaking into that space, it is easier for, and you own only like 0.2% equity, you know, compared to your 40-50%, which got diluted. There is a greater chance that you will make 30 to 40 million being in a breakout company. Idi Mark Anderson ellarum parayum. If you can get into a company at the right stage, and I saw this at Zynga too. സിംഗയിൽ എൻ്റെ കൂടെ എക്സിറ്റ് ചെയ്ത കുറേ അമേരിക്കൻ ഫ്രണ്ട്സ് പിന്നീട് വർക്ക് ചെയ്തിട്ടില്ല. അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് കൂടി എനിക്കറിഞ്ഞൂട. അവർക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈലില്ല, ഫേസ്ബുക്ക് പ്രൊഫൈലില്ല. ഒരാളെ ഞാൻ കണ്ടപ്പോൾ ഒരാൾ ബോട്ടിൽ ജീവിക്കുവാണ്. ലൈക്ക് എങ്ങനെയെങ്കിലും സ്റ്റംബിൾ ചെയ്തിട്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ മെനി പീപ്പിൾ ജസ്റ്റ് റിട്ടയർഡ്. ദേ ജസ്റ്റ് ലൈക്ക് കംപ്ലീറ്റ്ലി വെന്റ് ഓഫ് ദ മാപ്പ്. കുറേ പേര് ബാലിയിലൊക്കെ പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. And I understood because they were early employees and they were getting a small equity, but the company went into multiple billions of growth. You know, the growth at which you grow is much higher than your small startup that grows at a mediocre pace right now. Idu njan Byjus'il kandu, and I knew that I could make the difference because I had all these learnings. But critical aindate asset and the turning point was that Byju was trying to acquire a company where the founders weren't responding to him. This particular company, Byjuna ഒരു 50 million കൊടുത്ത് അക്വയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. They tried all the means and that guy wasn't responding. Byju എന്നോട് ആസ് എ ഇന്റർവ്യൂ ടെസ്റ്റ് പോലെ I didn't like Byju ചോദിച്ചു ഇങ്ങനെ ഈ പർട്ടിക്കുലർ ഇത് സഹായിക്കാവുന്ന. എൻ്റെ ഭാഗ്യത്തിന് this guy was 1 degree away from one of the Bay Area founders that I knew pretty well. അപ്പോൾ ഈ ഫൗണ്ടർ ഒരു റഷ്യൻ ആയിരുന്നു, ഈ ദിസ് പർട്ടിക്കുലർ കമ്പനീസ്. ദി അതർ ഫൗണ്ടർ വാസ് ഓൾസോ റഷ്യൻ. ഞാൻ ഈ പുള്ളീനെ മെയിൽ ചെയ്ത് ചോദിച്ചു, എന്താ ഈ വസിലി റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു അവന് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ, Oh, man. അവൻ റഷ്യൻ മാത്രമേ ജാടയല്ല. സംസാരിക്കുന്നുള്ളൂ. ജാടയൊന്നുമല്ല. He's not interested in LinkedIn and all those things. He probably wouldn't have checked. പക്ഷെ ഞാൻ ഫോൺ വിളിച്ച് അവൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കണക്ട് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി റെസ്പോണ്ട് ചെയ്തു. എവറിത്തിങ് ലൈക്ക് ഹാപ്പൻഡ് ഇൻ ലൈക്ക് 2 days. അപ്പോൾ ബൈജു ഞെട്ടി. ലൈക്ക് ബൈജു വാസ് ലൈക്ക് ഓക്കെ, ഇതിൻ്റെ അകത്ത് ലൈക്ക് സംതിങ്സ് ഹാപ്പനിങ് ഹിയർ. ഞാൻ ആദ്യം പറഞ്ഞില്ല എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പോൾ ബൈജുവിന് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ദിസ് ഗൈ ഈസ് റെസ്പോണ്ടിങ്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ബൈജു സെറ്റ് ക്യാൻ യു മീറ്റ് ഹിം ആൻഡ് സീ. He responded, he said like, മേടിക്കാനാണോ, ആരും എന്നോട് ഇതുവരെ മേടിക്കാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനും വിൽക്കാം. ലൈക്ക് എവറിത്തിങ് ഹാസ് എ പ്രൈസ്, ഇൻട്രസ്റ്റ് ചെയ്യാം. ദെൻ ബൈജു സെഡ് ഓക്കെ, ഇനി ഇത് ഫുൾ ഫോർവേഡ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ യു കം ഫുൾ ടൈം ഓൺലൈൻ ആൻഡ് യു റൺ ദി ഹോൾ തിങ് ഫോർ അസ്, യുനോ. അപ്പം ഞാൻ സെക്വയനോടൊക്കെ സംസാരിച്ചപ്പോൾ സെക്വയ ഓൾസോ സെറ്റ് ലൈക്ക് യുനോ ലെറ്റ് സ്ട്രക്ചർ എ ഡീൽ വെർ യു ഗെറ്റ് ഫ്രീഡം ആൻഡ് യു ക്യാൻ ഗോ ഇൻ ടു ബൈജൂസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. And it worked out great, you know. ഏത് കമ്പനിയായിരുന്നു ഈ പറഞ്ഞ കിഡ്സ് അക്കാഡമി എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. ആൻഡ് ദ കമ്പനി is still there. It's not a VC funded company and all those things, but they have millions of users or kids who use it as a daily educational app in the US, you know. Okay, it got acquired by Byjus. ഇല്ല മേടിച്ചില്ല. ആ അക്വിസിഷൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. It was because ബൈജൂസിന് അന്ന് അത്രയും പൈസ ഇല്ലായിരുന്നു. Okay. But Byju and I went and met these founders and all these things, and it was an extremely good experience there, you know. Byju felt confident and all those things, and the relationship started there. It was also thrilling for me because ബൈജൂസിന് യുഎസിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. അപ്പം ഞാനായിട്ട് തന്നെയായിരുന്നു എല്ലാം ബിൽഡ് ചെയ്തത്. ലൈക്ക് എനിക്ക് സാലറി കിട്ടിയത് തന്നെ മേ ബി ഒരു 7-8 months കഴിഞ്ഞിട്ടാണ്. കാരണം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നീട് ബൈജു ആ സമയത്ത് ഫണ്ട് റൈസ് ചെയ്യായിരുന്നു, പിന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര കറൻസി ആർബിട്രാജ് കറക്റ്റ് അല്ലായിരുന്നു. സോ അവിടുന്ന് ഫണ്ട് റൈസ് ചെയ്തിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ എന്നെ തന്നെ ഒരു എംപ്ലോയി ആക്കി, പിന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ. ലൈക്ക് ഇറ്റ് ജസ്റ്റ് ടുക്ക് ടൈം ടു ഗ്രോ അലോങ് സൈഡ്, ബട്ട് ഐ ഹാഡ് ട്രസ്റ്റ് ഇൻ ബൈജു ആൻഡ് ഓൾ ദോസ് തിങ്സ്. And it was also super thrilling, you know. The company was growing at an accelerating pace and all those things. And then that thing failed, and Byju said, "You don't worry about it. Let's go acquire the next company." Okay. Upon next company, we had 2 deals. One was to acquire a YouTube channel which had billions of page views, and the other was to acquire a company which was Osmo. And രണ്ടും പാരലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. And again, Osmo-ന്റെയും ഈസി ആയിരുന്നു. Osmo is a educational toy that teaches you the basics of math and physics and accounting and all those things for 6 to 8-year-olds. Okay. So kids, so it's a toy based on iPad that you can play on iPad and all those things. And it's a extremely interesting tool because it used AI at that time, and back in the day, to help people do things in front of the iPad and make corrections and all those things. നമ്മൾ acquire ചെയ്തപ്പോൾ they were making 20-21 million in revenue, you know. So that was run by an IITian founder who was based out of Palo Alto. He was one of the earliest Google search engineers. Computer vision like പുള്ളി IIT ഡൽഹി in the 1996 എങ്ങാണ്ട് പാസ് ഔട്ട് ആയ ആളായിരുന്നു. അപ്പോൾ ഗൂഗിളൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നപ്പോൾ ഗൂഗിളിൽ പോയ ടീമാണ്. ലൈക്ക് വളരെ ഏർലി സ്റ്റേജിലൊക്കെ പോയതായിരുന്നു. ഗൂഗിൾ ബുക്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പുള്ളിയായിരുന്നു കണ്ടുപിടിച്ച, ലൈക്ക് all those things, you know. So we met with him, extremely humble founder, and he said, okay, Enike, like let's see if we can sell the company. How big was the acquisition? It was 120 million. Oh wow. So it was 120 million. It was the largest deal that I brokered at that time, and I was involved in every stage at that time. You know, it was a extremely thrilling experience for me. We would meet with this. He was meeting with other investors, everything. Bootstrapped അല്ല, funded company. Funded. They raised fund from Axel and Upfront Ventures. Like they had raised maybe 10-15 million at that time, and they were making 20 million in revenue. Right. Like they were doing proper business, but they were still not break even, you know. They were burning cash. So Byju avare meet ചെയ്തപ്പോൾ their Series C fundraising terms were at 120 million, and Byju said, I'll offer the same in the acquisition price. Why don't you join?
and I was involved in it's a very detailed, interesting story. And then I was part of the acquisition process, and then I started overseeing that company. So at that time, I was not the CEO of the company, but I was making sure that the acquisition process went through very well. So I was doing M&A for most parts at that point of time. And അത് കഴിഞ്ഞ് ഒരു 18 months കഴിഞ്ഞ്, and during that time Byju started scaling, which most of you know by now. We did multiple acquisitions, we were moving around the globe doing all these things. And then at one point of time, Byju said, like, why don't you run this and take this into, but you have to get me to this revenue stage. Then it was also appo enikku kuttiyalakke aayi, like I was into my maybe 34-35 years, and I said, like, I'm going to slow down a little bit. കാരണം ബൈജൂസ് ജോയിൻ ചെയ്ത പിന്നെ ഞാൻ 24 hours വേണ്ടി ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. Like, I'd get on a flight from San Francisco, land here, do a day of meeting, and then get on the next flight and go, and it all had a toll on my health and everything, like moving around was like a daily affair thing. My wife missed me at home. So adinte idakku there were like small like life il korchu tragedies okke undarnu, and so I wanted to slow down a little bit, because my wife sacrificed a lot for my life, and I said, look, I'm not going to do. But you always gave the option, you can either run all of the international business or settle down to run this thing. And we ran that thing there. Again, the arbitrage was we hired a lot of people in India to run the business over there. So the costs were like a fraction of the bigger cost. And it turned out to be, so we took it from 20 million in revenue to a 130 million in revenue business, by using a subsidiary business, like I'll tell you, all of them are really good. Osmo does a lot of revenue. Maybe like it'll do maybe 15 million revenue this year. Epic will do 80-90 million in revenue. And then a lot of subsidiaries are still doing great amount of revenue. We had to touch on it, but this is all my projections in revenue. So we ended up acquiring and running a lot of companies with Indian talent arbitrage and scaling it. US-like companies in the challenge എന്താന്ന് വെച്ചാൽ അവർ 20 million revenue ഉണ്ടാക്കുവാണെങ്കിൽ the salaries were also at that par. Like they'd pay some people like 500,000 in revenue. Salary, some people like 700,000-800,000 in revenue. Salary. And pretty soon ഒരു 50 പേരെ ഹയർ ചെയ്താൽ ഒരു 7-8 million സാലറീസിൽ മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു 200,000 സ്പെൻഡ് ചെയ്താൽ തന്നെ വിൽ ഹാവ് എക്സ്ട്രീംലി ഗുഡ് പീപ്പിൾ ഈവൻ അറ്റ് ദാറ്റ് സ്റ്റേജ്. ഇന്ന് കുറെ കൂടെ US Indian salaried market is much more expensive, but at that time it was much more easier. Osmo from 20 million ARR to 120 million ARR stage etti. Then what happened after? So ആ സമയത്ത് 120 million എത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈജൂസിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ വി കുഡ് സോ ഓസ്മോ ഇസ് എ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ബിസിനസ്. സാധനങ്ങൾ ഉണ്ടാക്കി ഷിപ്പ് ചെയ്ത് ചൈനയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് US-ലും വി ഓപ്പറേറ്റഡ് ആക്റ്റീവ്ലി ഇൻ ക്ലോസ് ടു 10 countries, which is US, UK, ഓസ്ട്രേലിയ, ജപ്പാൻ, ജർമ്മനി, ഇവിടെ എല്ലാം ആക്റ്റീവായിട്ട് പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന കൺട്രീസ് ആയിരുന്നു. And which meant that we had to ship products to all these countries. We had to do all sorts of business in all these countries. And when trouble started showing up at Byju's door, we weren't able to ship these things, all these kind of things, And അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളിലേക്ക് പോയി. So that takes me to the interesting next phase, like അത് കഴിഞ്ഞിട്ട് what happened, like 120 million കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി ബിക്കോസ് ആ മാർക്കറ്റിംഗ് സ്പെൻഡ് വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ നെക്സ്റ്റ് ഫേസ് ഓഫ് മൈ ലൈഫ്, ആൻഡ് ദാറ്റ് വാസ് ടു അക്വയർ ബിസിനസ്സസ്. ഐ ഹവ് റീച്ച് എ പോയിന്റ് വെർ ഐ റിയലൈസ് ദാറ്റ് ഓക്കെ, ഇനി എനിക്ക് ഏത് ബിസിനസ്സും റൺ ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് ഇറ്റ്സ് എ കൺസ്യൂമർ ബിസിനസ്. ആൻഡ് ഹൗ ഡു ഐ റൺ ദിസ് ബിസിനസ് എന്നുള്ളായിരുന്നു സ്റ്റേജ്. So between 3 friends, Arjun and Elvis and others, we started working with VCs
to go buy businesses. Typically this works in the PE world. I'm sure the Kerala ecosystem will also evolve into starting to think about this. But you can work with banks, investment banks or PE firms, and VCs have this arm called venture buyouts or VBOs, where you can get capital to go buy fairly good companies, and you just grow it into a significant stage. Now, the opportunity is that VCs have a lot in their portfolio which are not winners, but still are good companies. Let's say, for example, General Catalyst പോലത്തെ ഒരു VC-നെ നോക്കിയിട്ടുണ്ടെങ്കിൽ they'll have some 30 companies which are doing okayish. But General Catalyst won't put more money into it because their winners are paying them so much that they don't need to put into these companies. Then the other problem is that the co-founders of these small companies would have mostly run out of energy after like a 6-7 year period, which is very typical. ഇത് ഞാൻ ബൈജൂസിൽ കുറെ കണ്ടിട്ടുണ്ട്. When we go try to acquire companies, they would have been founders like 10 years ആയിട്ട് ഇത് റൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെക്കാട്ടിലും ഗ്രോ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആൻഡ് ദീസ് ആർ ടിപ്പിക്കലി ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് ടു. ആൻഡ് അവർ 30 ആയപ്പോൾ തുടങ്ങിയ കമ്പനിയാണ്. അവരിപ്പോൾ 40 ആയി, അവർക്കിപ്പോൾ കുട്ടികളായി. ആൻഡ് കോ ഫൗണ്ടർ സ്പ്ലിറ്റ്സ് ആർ ദി ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. ലൈക്ക് ഒരാൾ ഇപ്പോഴും എനർജറ്റിക് ആണ്, മറ്റേ ആളാണെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കിട്ടിയാൽ ഐ വിൽ ബി ഹാപ്പി അബൌട്ട് ദീസ് തിങ്സ്. സ്ലോലി ദീസ് തിങ്സ് വിൽ ബ്രൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. These companies are lucrative for operators like me who look at these companies and say, എനിക്ക് സുഖമായിട്ട് ഒരു ഫോർമുല ബേസ്ഡ് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റും. ദ ഫോർമുല ഈസ് വെരി സിമ്പിൾ. ഇന്ത്യൻ ടാലൻറ്റ് ആർബിട്രാജ് ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ഫ്രാക്ഷൻ ഓഫ് ദി കോസ്റ്റ്, അപ്പോൾ കോസ്റ്റ് എല്ലാം കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ വി നോ റിയലി വെൽ വിത്ത് ഇന്ത്യൻ ടാലൻറ്റ് ആർബിട്രാജ്. ആൻഡ് ബൈജൂസിലായിരുന്നപ്പോൾ എൻ്റെ സ്ട്രാറ്റ് ടീം എന്ന് പറയുന്ന ഓൾ IIT and IIMs, എക്സ്ട്രീംലി ഗുഡ് പീപ്പിൾ. ആൾക്കാർക്ക് PNL റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ they'll go run one product for one country, another product for one country, and you don't even need to touch them. So I knew all these people, that I had a huge loyal force of people who loved me. Like they would, like even ഇപ്പം ഞാൻ ഇന്ത്യയിൽ വന്നപ്പോഴും I met with all of them, like നമ്മൾ ഡിന്നറിനൊക്കെ ദോശ കഴിക്കാൻ പോയി. Everybody came. These are people from McKinsey, Bain, BCG, everywhere. And they are all like, ചെറിയൻ അടുത്ത കമ്പനി തുടങ്ങാം, നമ്മൾ എത്തി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം so my thinking, thought process was that let me go buy these companies and I have the talent pool and I can scale this company up and all those things. അങ്ങനെ നോക്കി we evaluated like 60-65 companies. And at one point we were ready to buy a company for like roughly 40-45 million company മേടിക്കാൻ ഇരിക്കുമായിരുന്നു. But the math didn't work out. The math is very simple. Like if I buy a company that generates 20 million in revenue, can I take it to 250 million in revenue at a 5-year, 6-year cycle? Allengi financial outcome for me wasn't that worth it. 10x grow ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത്. So the math wasn't working out where everything came out together. So VCs and PEs typically, if they put money like this, അവർക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് മോർഗേജ് കൊടുക്കുന്നു, EMI കൊടുക്കുന്ന 10-11% കൊടുത്തോണ്ടിരിക്കണം. സോ അത് ആൻഡ് paying that interest off and then finally paying yourself and then having a big winner check at the end, the whole system wasn't coming into play here. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് 2 കുട്ടികളുമായി. So I was like, let me run a business that I can operate with my freedom of execution. Then the other thing was that I was also tired of running board-based businesses. നമ്മൾ VCസിൻ്റെ നിന്ന് ഫണ്ട്സ് റേസ് ചെയ്യുകയാണെങ്കിൽ you are always accountable to them to convey how the business is running, and they are always investors. It is none of their fault. They have also borrowed money from somewhere. So you are always mostly running quarter to quarter, and it is always a challenging thing. And I was at this spot where I had enough capital to save my family and me from working anymore. And why not start building a company for a very long term? So there was a theory that I built
where I said, if I go acquire a business, Sam Altman talks about this a lot, given the tools of the current era, you can build $1 billion business with just like 5 people. Yeah. You know, because the cost of one person company. one person company എന്നാണ് പുള്ളി പറയുന്നത്. But I think you need 5 or 6 people. But you can easily build those companies right now because the cost of running infrastructure is very low. The cost of ഇപ്പോൾ ഈ AI ടൂൾസ് വന്നപ്പം എൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഇപ്പോൾ ക്ലോഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് യുനോ ടു ഗെറ്റ് recently, like everything is very cheap. So my theory was that if I go behind a high target addressable market business where the product grows by itself, no money spent on marketing and others, and everything is on talent arbitrage, which is കുറച്ച് ആൾക്കാരെ മതി, അവർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണെങ്കിൽ നല്ല പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യാം. ആ നല്ല പ്രോഡക്ട്സ് highly differentiated ആയിരിക്കും മാർക്കറ്റിൽ. Then I can easily make a lot of money over a slow compounding phase. It's some people understand the math around this, and it's extremely lucrative. And the verticals were entertainment, gaming, then communication, all those things. Gaming like നോക്കിയിട്ടുണ്ടെങ്കിൽ there are companies that are run by like Stardew Valley എന്നൊക്കെ പറയുന്ന ഒരു ഗെയിം ഉണ്ട്. I don't know if most people, it's run by like 2 people, ഒരു husband and wife, make around like $20 million per year, you know, like 2 പേരെ റൺ ചെയ്യുന്നുള്ളൂ. There are ഈ ജോൺ കാർമാക് ഡൂം ഒക്കെ എഴുതിയ ആളല്ലേ, ഇവരൊക്കെ ഇൻഡിവിജ്വൽ കമ്പനീസ് ആണ് റൺ ചെയ്യുന്നത്, ആൻഡ് ദേ മേക്ക് എ റിഡിക്കുലസ് എമൗണ്ട് ഓഫ് മണി because you don't need a sysadmin to run a metal server. All of those things are like run by like extremely mature tools that scale as the user base scales and all those kind of things, you know. I was well aware of these math over here. അപ്പോൾ അങ്ങനത്തെ കുറേ കമ്പനീസിനെ ഞാൻ റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി. കുറേ വൺ എക്സാമ്പിൾ ഓഫ് എ കമ്പനി ഇസ് ലൈക്ക് മാക്കിൽ ഒരു കമാൻഡ് ലൈൻ ടൂൾ ഉണ്ടായിരുന്നു, ആൽഫ്രഡ് എന്നൊക്കെ പറയുന്നത്. ആൽഫ്രഡിന്റെ ഫൗണ്ടേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്തു. Then അങ്ങനത്തെ കുറേ ടൂൾസിനെ റെസ്പോൺസ് ലൈക്ക് ഈ പറഞ്ഞ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് എന്നുള്ള പോലെയാണോ, അല്ലെങ്കിൽ എവറിബഡി ഹാസ് എ പ്രൈസ്, യുനോ, ലൈക്ക് ഇവരൊക്കെ മെയിൻ ഇതെന്ന് വെച്ചാൽ എവറിബഡി സിറ്റിംഗ് ഇൻ എ hammock drinking pina colada and coding, you know. കാരണം ഇവരെല്ലാം optimize their life to perfection where they are making like 200,000 per month, and ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. ആൻഡ് എന്തിനാണ് ഇതിൽ കൂടുതൽ പണി ചെയ്യുന്നത്? ലൈക്ക് അത് ഇത്രയും കാശ് മതി, കാരണം എൻ്റെ ബാങ്കിൽ $5 million ഉണ്ട്, ഇതിൽ കൂടുതൽ എനിക്ക് പൈസ വേണ്ട. ബട്ട് നിങ്ങളൊരു 50 million തരുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങ് വിറ്റെന്നിരിക്കും. ദാറ്റ്സ് ദ ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് ദർ ഇസ് എ പ്രൈസ് ഫോർ എവറിഥിങ്. അങ്ങനെ so impending, the company that I am a partner right now is one such business, you know, where I used to use their to-do list for a long time, and then that to-do list deteriorated and it wasn't functioning anymore, and I reached out to the founders and said, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, and നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാനിത് മേടിക്കാം എന്ന് പറഞ്ഞു. ഫൗണ്ടർ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ. So then I reached out to him and said, let's meet. And he was in Austin, Texas. I flew around, met with him, spent some time. Then I realized that one was that the co-founder relationship had complications, and there was a guy who was in creating enough positive vibes that is bringing down the whole company. Then the other thing was that they had another app called HeadsUp that was making a lot of money, that they were not putting energy into this app anymore, you know. So HeadsUp was the best game app for like a decade, and these guys are really good at doing all this. HeadsUp app endanu? So HeadsUp is a game, like I think 1 in like 5 people would have played this app now. It's an app where you can put it on your forehead, and screenil oru പിക്ഷണറി പോലത്തെ കുറേ ലെറ്റേഴ്സ് ഒക്കെ കാണിക്കും. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ മങ്കി എന്ന് കാണിക്കും, ഫ്രണ്ടിലുള്ള ഒരാൾ എനാക്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് കറക്റ്റ് യു ഫ്ലിപ്പ് ദ ഫോൺ ലൈക്ക് ദിസ്. ഡം ഷെറാഡ്സ് ആണ്, യുനോ, ഫ്ലിപ്പ് ദ ഫോൺ ലൈക്ക് ദിസ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റോങ് യു ഫ്ലിപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ സ്ക്രീൻ ചേഞ്ച് ചെയ്തിട്ട് അടുത്ത ക്യാരക്ടർ വരും. ഇതിങ്ങനെ വേഗം വേഗം കളിക്കും. ആൻഡ് ഇറ്റ്സ് ദ നമ്പർ 1 ആപ്പ് ദാറ്റ് ഫാമിലീസ് പ്ലേ ഫോർ താങ്ക്സ് ഗിവിംഗ് ആൻഡ് ക്രിസ്മസ്, ആൻഡ് ഇറ്റ്സ് എ ഫാമിലി ആപ്പ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, യു നോ.
But HeadsUp nallole, the innovation was this gesture-based thing which worked really well. And Impending was a company that was behind a lot of Apple-based gestures that they invented first and all those kind of things. So extremely talented engineers and product designers on that created all these kind of things, you know. So the talent under, I was like really impressed, and it ticked off all the kind of things that I had a theory around, like finding the right tribe of people and all those kind of things. So of all the things, I found these people to be extremely good, you know. And I was right now into സമയം എടുത്താണെങ്കിലും നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. And then I said, you know, let's join forces together and let's do. Initially, they were like ready to sell the company, but as we moved, Phil, the main partner, said like, let's do it together. Let's not sell it, and you join as a partner and do it, and let's try to see if this can scale. And it looked like a great fit together. I in turn said, I will bring in my talent pool. And let's see if we can combine this all together. So I started calling up my old co-founders and said, അടുത്ത പദ്ധതി തുടങ്ങി എല്ലാവരും റെസ്റ്റിംഗ് ഫേസിൽ നിന്ന് വന്നു, നമുക്ക് let's start building together. They were all excited, and we all like, so നമ്മളെല്ലാം remote ആണ്. We all work according to our timelines, but എല്ലാവരും like Arun Prabhakar, like he's extremely talented. അപ്പോൾ നമ്മൾ ഇൻവെന്റിംഗ് എന്ന് പറഞ്ഞ കമ്പനി അക്വയർ ചെയ്തു, അല്ലെങ്കിൽ ആ ടീമിന്റെ ഒരു ഇതിന്റെ പാർട്ണറായി മാറി. അപ്പോൾ പാർട്ണറായിട്ട് എത്ര ടീം ഉണ്ടായിരുന്നു? പിന്നെ യുവർ എക്സ്പെർട്ടീസ് ഇൻ ബ്രിങ്ങിങ് ഓൺ ബോർഡ് ഇന്ത്യൻ ടാലന്റ്, ആ രീതിയിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റി? Indian talent is very well respected, you know. That's also something I exploited, you know. I can get a door opened simply because they think I'm an Indian, and he thinks I know what I'm doing and I'm capable of doing something, you know. And all kudos to people who are before me, who set the trajectory for people like us to succeed, you know. So that got us there. And Impending then relaunched an app called Clear, which was one of the best to-do list app, and now we have like 250,000 users, and we are on a path to making revenue, and maybe we make around like $10,000 to $30,000 per month right now, but we are targeting around like $150,000 in revenue per month in another 5 months, 6 months, you know. Like, so we are on track, you know, to get to that point over there, because the talent pool is there, you know. So altogether, engineering talent മാത്രമാണോ? Do you think our Indians are excelling and other talents too? അതിനൊരു engineering talent, ഇപ്പം design talent is also extremely good. Product talent, I wouldn't say, at least for consumer products, not yet there in terms of, when I say world-class talent, you have to really think about American audience first, you know, because that's where most of the revenue gets generated. You need to still understand the average American mindset, you know. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം നമുക്ക് ക്വിക്ക് കോമേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ആവറേജ് ഇന്ത്യൻ പ്രോഡക്റ്റ് ഗൈ ഗെറ്റ്സ് ഇറ്റ് ലൈക്ക് ദിസ്, യു നോ. But other American പറഞ്ഞാൽ he will take time to understand, you know. It's always in the subtleties of how you make the product frictionless that most products win in a market, you know. It's not the grand idea, but a grand idea work ചെയ്ത് ഒരു OTP 30 സെക്കൻഡ്സിൽ എത്തിയോണ്ടാണ് ആ സാധനം പേടിഎമ്മിന്റെ സാധനം വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ദാറ്റ് ദി OTP comes really fast enough, right? If it's delayed a little bit more, the whole experience just breaks down. അതിന്റെ equivalent ആയിട്ട് ഞാനൊരു US experience പറഞ്ഞാൽ, like for example, I can roughly tell you that there are at least 10% of US audience base that computer users who are full-time gamers. We are talking about people who play 9 hours, 10 hours per day. And because of that, streaming is a huge market there. Twitch is a huge market. Either an average Indian allowed, it's not because of the lack of talent, it's because they are not living in that thing, you know. Like they are not living. So Twitch ന്റെ അകത്ത് സെല് ചെയ്യുന്നത് ഒരു ഹ്യൂജ് ബിസിനസ് ആണ്. എൻ്റെ ഫാദറിനോട് പറഞ്ഞാൽ he won't get it, you know. ട്വിച്ചിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇട്ടാൽ the product sells out in like 5-10 minutes. ലൈവ് സ്ട്രീമിംഗ് ഇത്ര വലിയ സംഭവമാണെന്ന് like people would think it is boring, you know. So that's what
I mean when I say parallels to a world-class product there and all those things. അത് എങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഒരാൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാണ് ആൻഡ് ഹൗ ക്യാൻ ദം ഗെറ്റ് ക്ലാരിറ്റി ഓൺ ആ ഒരു ഓഡിയൻസ് ടു ദാറ്റ് ആ ഒരു In fact, this is something that I work with founders, especially in Kerala PH group. You know, like കുറേ പേര് ഇപ്പോൾ ലാസ്റ്റ് സമ്മിറ്റിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പേക്കാൻ്റെ സമ്മിറ്റിനും ആർ ബേ ഏരിയ ഗ്രൂപ്പ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. The critical thing is the same thing I did, and it's the same thing Postman's founder Abhinav did back in the day. You have to move to the market that you are in, you know, like, and then start to understand by going and being with the consumer and understanding what they are doing and being better at providing a solution to them. You know, like, let's say you're building a product to solve ലേലം പിടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്, ഇവിടെ ഫോർട്ട് കൊച്ചിയിലുള്ളതാണ്. ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ US, യു വിൽ നെവർ ബി ഏബിൾ ടു kill that market, you know. When I say kill that market, to attack that market, but be where your customers are, you have to do it. So എല്ലാ 4 മാസം കൂടുന്തോറും അവിടെ വന്നിട്ട് ഒരാഴ്ച സ്പെൻഡ് ചെയ്ത് തിരിച്ചു നിന്നാൽ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ എത്ര പൈസ സ്പെൻഡ് ചെയ്തു, ഇത് നിങ്ങൾക്ക് പോയെന്ന് വിചാരിച്ചാൽ മതി. It won't work. You have to be there and do it, because you have to build deep rooted relationship with partners too. For example, I'll give you a very simple example. Byjusന്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് I worked with almost all Hollywood talent agencies. Like, I'll give you some names. William Morris is the largest talent agency. William Morris represents like Jennifer Aniston, Brad Pitt, all these things, you know. Now, let's say you are sitting here and you build a product for US market, and you want to work with Ryan Reynolds, you know. Ryan Reynolds has this agency called Mountain, you know. ഒരു ഇമെയിൽ അയച്ചാലൊന്നും അയാൾ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, you know, because they are flooded with emails like this, you know. But for Byjus, for Osmo, one of our last projects had this celebrity called LeVar Burton. LeVar Burton is a famous reading based, he's a Star Wars and a major actor, and he worked in a lot of movies. He's 60s and all those things, you know. He's related to education and all those things. I worked with the agents continuously for months and months together. ഞാൻ ഇന്നൊരു മെയിൽ അയച്ചാൽ, when I say months and months together, if anything happens, I would just take a flight and go to LA and be with them for a day, you know. അവരുടെ കൂടെ ഡിന്നറിന്, അവരുടെ കൂടെ മീറ്റിംഗ്സിനെല്ലാം പോയിട്ട്, ഇന്ന് എനിക്കൊരു ആവശ്യമുണ്ട്, ലെവാ ബർട്ടൺ or any of them from that agency to help me out, they will help me out, you know. And that is what you have to be there, because നാളെ നമുക്ക് സോഡാ സർബത്ത് കുടിക്കാൻ പോകാൻ വിളിച്ചാൽ പുള്ളി പെട്ടെന്ന് പോകാൻ പറ്റണം, right? Like, it should be a very casual encounter that just so happens just like that. പല ഫൗണ്ടേഴ്സുമായിട്ട് ഞാൻ സെയിലിങ്ങിന് പോകും, പല ഫൗണ്ടേഴ്സുമായിട്ട് ഞാൻ ഫ്ലൈയിങ്ങിന് പോകും. ഇതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, ഇതൊക്കെ ഒരു ഇതായിട്ട് നാച്ചുറൽ ഫ്ലോ ആയിട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് പലരും എനിക്ക് ഫേസ്ബുക്കിലുള്ള പല പേയ്മെൻറ്റ് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ എനിക്ക് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം they were critical employees at Facebook doing all these things, you know. ഫേസ്ബുക്കിൽ 20,000 ആൾക്കാരുണ്ട്, യു വിൽ ബംപ് ഇൻ ടു വൺ പേഴ്സൺ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഗൂഗിളിന്റെ പല ആൾക്കാരും, ആഡ്സെൻസിന്റെ ഒക്കെ ആണെങ്കിലും, യു വിൽ ഗെറ്റ് റാൻഡംലി ബ്ലോക്ക് ഫോർ സം റോങ് പേയ്മെന്റ്സ്, യു നോ. ആൻഡ് ഒരു സാധാരണ മനുഷ്യന് വിൽ ടേക്ക് ടൈം ടു ഡു ഓൾ ദീസ് തിങ്സ്. That is what it means to operate in a market if you want to conquer that market. Now, if that market is a minor market for you, let's say Norway, maximum പോയ $250,000 അവിടെ ഉണ്ടാക്കും. എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെയോ ഒരു പാർട്ട്ണറിനെയോ വെച്ചിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് US is the market to conquer if you are looking at the big bucks, you know. So then, you know, you have to operate in that market to go do this. Hope I answered that question. Well, നമ്മൾ ലാസ്റ്റ് ഒരു 1 hour നമ്മൾ ചെറിയാൻ്റെ ജേർണിയും ഫ്രം സ്റ്റഡിങ് ഇൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, then working with Zynga, then Byjus, then eventually becoming partner of Impending and running a team remotely from US, and also ഈ ഒരു കേരള PH കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? How has been the experience and like contributing back to the Sure. Like, so I think I am the guy who
exploited Kerala PH to the max. Okay, You know, I didn't know let me explain that a bit. You know, as I evolved, I started investing in some companies and all those things. Kerala PH, I was like stunned by the level of product caliber that was coming out of the Kerala PH mafia community. You know, ഞാൻ വിചാരിച്ചില്ല കേരളത്തിൽ ഇത്രയും നല്ല പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന്. Every time somebody makes a project that's even fun, you know, even ഈ ഇടയ്ക്ക് ആ വയനാട് ട്രാക്കിംഗ് ഡാഷ്ബോർഡ് ഒക്കെ കണ്ടാലും the fonts are proportionate, the layout is good, the data is digestible, and it is as if an experienced product manager built it over there, you know. So Kerala PH reminds me, and it is all filled with youngsters, you know. I am in my 40s, and it reminds me of how I was in my 20s, you know, earnest, thinking through technology all the time, trying to find cutting edge, and then exploiting it and talking about it with confidence. അറിയത്തില്ലേലും പല ആൾക്കാരും നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. And I sift through all these things carefully. You know, എനിക്ക് നല്ല കുറേ റിലേഷൻഷിപ്പ് നമ്മുടെ ജിജോ സണ്ണി, കുറേ ആൾക്കാരെ എനിക്ക് നല്ല ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഹിസാമും പിന്നെ നമ്മുടെ അർജുൻ പോൾ, സോക്കോ, ഇവരൊക്കെ കുറേ കമ്പനീസിനെ നോക്കും. ആൻഡ് ഇഫ് ഐ ഫൈൻഡ് എ കമ്പനി ദാറ്റ് ഇസ് ഹൈപ്പർ ഗ്രോയിങ് മോഡ്, നീഡ് സപ്പോർട്ട്, all those kind of things, I start getting attached to them there. In most of these cases, I spend a lot of time watching them, how they execute before I get closer to them. And then I tell them, like, you know, one way or the other, we talk to each other. And in some of the cases, I end up investing in them. Most notably, Hisaminte entry, പിന്നെ അർജുൻ്റെ companies. These were the two Malayali companies that I have invested in. My lens and radar is all into consumer space and things like that. So കേരള PH എന്നാണ് ഞാൻ കുറേ നല്ല ഫൗണ്ടേഴ്സിനെ കാണുന്നത്. കേരള PH എന്നാണ് കുറേ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഡിസ്കഷൻ റാസ്ബെറി പൈയും അതിൻ്റെ അകത്തെ പവർ കൺസംഷനും എല്ലാമാണ്. എനിക്കൊരു ക്വിക്ക് ഗ്ലാൻസ് കിട്ടിയാൽ ബാക്കി ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ പുതിയ അനാലിറ്റിക്സ് ടൂൾസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറേ ടോയ് പ്രോജക്ട്സ് ദാറ്റ് ക്യാൻ ബിക്കം റിയലി ഗുഡ് പ്രോജക്ട്സ്. ഞാൻ നവനീതിനെ കണ്ടുപിടിച്ച അവിടെ നിന്നായിരുന്നു. Like we all talk and all those kind of things, you know. And then innaleyum like somebody yesterday pinged me, said ആദിത്യ ഫ്രം കോഴിക്കോടുള്ളതാണ്. അവരൊരു ചെറിയൊരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ് നടത്തുന്നത്. കേരള PH കണ്ടു, അവർക്ക് സഹായം വേണം, wanted to talk. So I said, okay, let's talk. സമയം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, മുഹമ്മദ്, യുവർ ഫ്രണ്ട് പിങ് മീ, ഹി വാണ്ട്സ് ടു മീറ്റ് ടുഡേ ഈവനിങ്. സോ ഇവരുടെ അടുത്ത് നിന്നൊക്കെ കുറേ ഡേറ്റ പോയിന്റ്സ് കിട്ടും. ആൻഡ് ദെൻ ഇറ്റ് ഫീഡ്സ് ഇൻ ടു. ഇൻഫാക്ട് എ ഫോർമുല ദാറ്റ് ഐ ഹവ് ബീൻ തിങ്കിങ് ഓഫ് റൈറ്റ് നൗ is, and I was discussing with other investors too, is that so this is exactly what I wrote to Gokul Rajaram, one of my mentors and co-investors in entry and all those things, you know. Gokul Rajaram is the creator of AdSense. And I asked him, like, Gokul, കുറേ കമ്പനീസ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അവരൊന്നും ഹൈപ്പർ ഗ്രോ ചെയ്യത്തില്ല, പക്ഷെ അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ലൈക്ക് ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ദറ്റ് മണി ബാക്ക്. ഇൻഫാക്ട് എൻ്റെ മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് are companies that are doing really good, but they will not grow beyond this, you know. അപ്പം they are all like, okay, ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ 10 crores ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഇനി 10 crores ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവും, മേ ബി 15 crores ആവും, നമ്മൾ IPO ചെയ്യത്തില്ല, ഇനി നമുക്ക് ഫണ്ട്സ് വേണ്ട. സോ ഐ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട്, ലൈക്ക്, ഇവർക്ക് പൈസ കൊടുത്താലും മേ ബി ഇവരൊരു 10 years റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ദെൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നല്ല, ഇനി ഫണ്ട്സ് റേസ് ചെയ്തിട്ടില്ലെങ്കിൽ, can they do a revenue share, you know. Basecamp Jeff Bezosum ആ മോഡലാണ്. Basecamp wanted money.
and Jeff Bezos said, നിങ്ങൾ IPO ഒന്നും പോകാൻ പോകുന്നില്ല, you'll be a moderately good business, so why don't I give you money, but after like 5 years time, you give me a revenue cut over there, you know. And that fits a lot into the PH mafia model too, where hopscotch പോലത്തെ business ഒക്കെ, I have never talked to them, but I think because I know Postman really well, I know where they can land up and where some form of capital can help them do better, but they'll still not make $1 billion. You know, like അത്രയും, not everybody needs to do that. ഇപ്പോൾ Rand Fishkin at Spark Toro, like Moss ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, they're all building businesses for like $10 million, which is a great spot to be in life. You know, you don't need to be Bill Gates all the time, right? So, but the Kerala founders community in general is also like, നമുക്ക് അറിയാം what to do. എനിക്ക് ഇത്രയും പൈസയൊക്കെ മതി, that will make me happy. അങ്ങനെയുള്ള ഒരു philosophy generally, I think you are also instrumental in that, right? Like അങ്ങനത്തെ foundersനെ ആണ് you filter and bring it to the group. VCsനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ ഗ്രൂപ്പിൻ്റെ അകത്ത്. So the group is all about tinkering, creating, trying it out, and having fun. I think having fun. It's a critical filtering tool for me to relearn technology for myself and to invest in great founders. I don't invest in companies. I just invest in founders. In fact, ഞാൻ പലർക്കും പൈസ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പൈസ വെച്ചിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ കമ്പനിയാണ് ഉണ്ടാക്കുക, ബിക്കോസ് ഐ തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്. ലൈക്ക് യു ബിക്കോസ് ഐ ഡിഡ് ദ സെയിം തിങ് Naval Ravikant did to me. അന്ന് എനിക്കൊരു കമ്പനി പോലും ഇല്ലായിരുന്നു, ബട്ട് ഹി ബിലീവ്ഡ് ഇൻ മീ. ഹി ജസ്റ്റ് തോട്ട് ഐ കുഡ് ഡു ഇറ്റ്. ആൻഡ് ഇഫ് വിത്തൗട്ട് ദറ്റ് പുഷ് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, മാസ്റ്റർ ഫ്രെഡറിക് ലിയോൺ എന്ന് പറഞ്ഞ്. പുള്ളിയാണ് എന്നെ ജസ്റ്റ് പുഷ് ചെയ്തിട്ട് പറഞ്ഞു, ലൈക്ക് യു ഡു, ഐ തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ദാറ്റ് പുഷ് ഇസ് ഓൾ ദാറ്റ്സ് നീഡഡ് ഫോർ എ ഗൈ who is good, but not extraordinarily good. That extra level of motivation will drive you to be really, really good with the hard work and perseverance, you know. So that is what PH to me is. And we are building for the world market right now, you know. So, hope I answered that. Thanks for the greatest testimonial from, I think this is the second great testimonial we got from anyone for the community, and I'm very glad to hear this as well. And as Kerala PH also scales to next heights. Exactly. As well. So now coming to the rapid round question, either ipo Cherian ipo 40s kadakana, and if you were back in your 20s, right, what would be like some advice you tell your younger self? Don't go fundraise, just build a great product. Ipo adhigam aalkade avashyamilla. You can do something that people love really fast, you know, and get to building something that few people love really, really well. You know, and അത്ര ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ you have won in life, you know, because that drive and love by those consumers will create that level of passion in your life. That is one. Second is that always be a talent magnet. You know, if you are someone who has the conviction to go do something, there will always be people who would want to be with you, around you. And if you exuberate optimism, more people will come around you. So ഞാൻ എപ്പോഴും നോക്കുന്ന, എവിടെ പോയാലും I try to find good people. And good people, എന്ന് വെച്ചാൽ you can find the extraordinary people. You know, like an example of this is, ഞാൻ CET പോയിട്ട് സപ്ലി ഉള്ള ഹൈ എൻട്രൻസ് റാങ്ക് ഉള്ള പിള്ളേരെ കണ്ടുപിടിക്കായിരുന്നു പണ്ട്. അപ്പം ഇത് ഈ 45-50 കേരള എൻട്രൻസ് റാങ്ക്, പക്ഷേ കോളേജ് വന്നിട്ട് ഉഴപ്പി. അപ്പോൾ ഇവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, പിന്നെ ഹാർഡ്ലി ഇംഗ്ലീഷ് സംസാരിക്കും. ഇവരെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ കൊടുക്കും. അവർ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട്, ചേട്ടാ ഇതെങ്ങനെയാ ചെയ്യുന്നത്, അങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ പറയും. ദെൻ യു നോ, then bring those people together, because tomorrow when lightning strikes, these things will be ready, you know. So this is there. Second is that, third thing is that try to build companies that are valuable. Not companies for VCs, not companies because you can showcase it to something. Because the world market is so easy to capture right now. All of our discussions were around building the world market, you know. Try to build something really well. It is very easy to do. It's not hard to do. In the entrepreneurship,
ആലോചിക്കാത്ത ആൾക്കാരാണ് ഇന്ന് കമ്പനികൾ ബിൽഡ് ചെയ്യുന്നത്. ലൈക്ക് വെൻ ഐ വാസ് എ കിഡ്, യുനോ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ മലയാളികൾ ഇങ്ങനെ അവൻ ബിസിനസ് ചെയ്ത് തറവാട് വിറ്റു, യുനോ, ബിക്കോസ് യു ഹാവ് ടു പുട്ട് ഇൻ യുവർ ഹോം ആസ് യുവർ കൊളാട്രൽ. ദെൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യും, പിന്നെ ഒരു മഴ പെയ്യും, പിന്നെ സ്റ്റോക്ക് അവിടെ കിടക്കും, പിന്നെ അവൻ്റെ കാര്യം പോക്കായി. ആ കുട വിറ്റില്ല, ഈ അരി വിറ്റില്ല, പിന്നെ ഒരു സീസണിൽ ഇത്. ഇന്ന് അത്രയും പോലും റിസ്ക് ഇല്ല. ഇന്നൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇത്. സോ ഐ തിങ്ക് വി ആർ ഇൻ ദ ബെസ്റ്റ് ഓഫ് ടൈം സോ ഫാർ. There could never have been a better time. We are all living to our 90s. We are all healthy to at least our 60s. At 40s, like ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, ഇപ്പോൾ ആവറേജ് ഫൗണ്ടേഴ്സിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും മലയാളികളുടെ ഇടയിൽ കുടയാറില്ല. Like it's a great leading indicator, you know, that they are all fit. They are all like driven. Like it's an indicator that if you are sitting and slouching and all those things, none of them have. Everybody is fit, everybody is running. നമ്മുടെ കേരള PH ഗ്രൂപ്പിൽ സൈക്ലിങ്ങിനെ പറ്റി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. യുനോ, പീപ്പിൾ ആർ ഡ്രിവൺ, യുനോ. സോ വി ആർ ഇൻ ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. ഇറ്റ് ഈസ് ക്രിമിനൽ ടു നോട്ട് എക്സ്പ്ലോയിറ്റ്. ഒരു റഫ് നമ്പർ 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് if it's focused on software based services, I can't talk for other things. അത്രയൊക്കെ മതി. 3 ലക്ഷം, it is what Paul Graham calls as ramen profitable. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഒരു 3 ലക്ഷം ലോൺ അടച്ചു തീർക്കുക ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപയും കൂടെ ഉണ്ടാക്കുക. അത് വെച്ചിട്ട് ഒരു വർഷം തട്ടുകടയിൽ പോയി കഴിച്ച് ഫുഡ് വെച്ചിട്ട് അത്രയൊക്കെ ജീവിക്കാം. എന്നിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ റൂമിൽ താമസിച്ചാൽ പോരെ. എന്നിട്ട് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുക. ബി ജസ്റ്റ് ഫോക്കസ്ഡ്. Don't go behind any other thing. ആൾക്കാർ പറയുന്ന ഒന്നും കേൾക്കണ്ട. That I think Malayalis have grown to the point that they are not listening to other people. You know, like അതല്ലായിരുന്നു നമ്മുടെ കഴിഞ്ഞതിൻ്റെ 2 ഡെക്കേഡ്. ബാക്കിയുള്ളവർ നമ്മളെ ചിന്തിക്കും എന്നുള്ള നമ്മുടെ വലിയ പ്രശ്നമാണ്. ഇപ്പം the kids of the entrepreneurs of today are people who do not care about that. They just like go and build, you know. So that's the greatest thing, you know. Rapid fire alle, let's go next one. You know, okay, this is a perfect good answer. I was not expecting this much, but it's really good. Next question, either ipo let's say ഒരു 5 books or maybe few books that really impacted or made who you are right now. Like എൻ്റെ ബുക്കൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ബുക്സ് അല്ല. ജിം കോളിൻസിൻ്റെ ഗുഡ് ടു ഗ്രേറ്റ്, you know, like how to be extraordinarily good, you know. It is like there is a difference between good and excellent, and everybody gets to good and then that's okay as a life philosophy, I think, you know. Like ഇത്രയും പൈസ പോരെ, you know, ഇത്രയും. പക്ഷെ വർക്കിൽ അങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. The extraordinary people are the reason why we have high quality of life, you know. The most specific example is Elon Musk. പുള്ളി EVs പുഷ് ചെയ്ത് അത്രയും നല്ല. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സലന്റ് ആൻഡ് ഗുഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. സോ ജിം കോളിൻസിന്റെ ബുക്ക്. Then the other thing is it's 400 years of American capitalism. It's an interesting book. Everything you look from history can be applied right now in a slightly different way. You know, for example, 400 years അതൊരു ഇന്ത്യൻ ഓഥറാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ഫ്ലിപ്കാർട്ട്. ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ലൈക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് കുറേ പേര് അമേരിക്കയിൽ എങ്ങനെ പോയി, എങ്ങനെ ആദ്യത്തെ ബിസിനസ് തുടങ്ങി. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ ഈ ഷിപ്പിൽ വർക്ക് ചെയ്യാം, അപ്പം നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി തന്നാൽ മതി. അപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇവർക്ക് പൈസ ഇട്ടു. അവരായിരുന്നു ഇൻവെസ്റ്റേഴ്സ്. എന്നിട്ട് ഇവർക്ക് ആ ഷിപ്പിൽ നിന്നുള്ള സ്വെറ്റ് ഇക്വിറ്റി കൺവേർട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇതുപോലത്തെ 10 ഷിപ്പിൽ ഇട്ടിട്ട് 2 ഷിപ്പായിരുന്നു അവർക്ക് പൈസ കിട്ടുന്നത്. ബാക്കി 8 ഷിപ്പും മുങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ഡിസീസസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. This is the perfect analogy for this year's market, you know. And like ഇന്നും ആരോ എന്നോട് ചോദിച്ചു, why did America become so good so fast, you know. And you learn a lot from 400 years of American capitalism. And small tricks എടുത്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യാം. ദെൻ ഞാൻ ബുക്സ് അത്രയും വായിക്കത്തില്ല. പോഡ്കാസ്റ്റ്, ബ്ലോഗ്സ്, ചെറിയ സ്ട്രാറ്റജി ബൈ ബെൻ തോംസൺ.
പിന്നെ അങ്ങനത്തെ കൊച്ചു ഇത് മൈ ഡെയിലി റീഡ് ഇസ് ഹാക്കർ ന്യൂസ്. ഹാക്കർ ന്യൂസ് ഞാൻ സ്കാൻ ചെയ്തിട്ട് എല്ലാം ഏകദേശം ഒന്ന് വേഗം പിന്നെ ടെക് മീം ഒന്ന് പെട്ടെന്ന് പിക്ക് ചെയ്തു പോകും. പിന്നെ ഞാൻ ട്വിറ്റർ നോക്കും. ട്വിറ്റർ ഗിവ്സ് യു ലൈക്ക് ദ ലേറ്റസ്റ്റ് കട്ടിങ് എഡ്ജ് AI ഓർ അപ്പോഴത്തെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ. ഒരു ബുക്കിൻ്റെ സൈസ് കൂടുന്തോറും എൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അയൺ റാൻഡ് വായിക്കണമെന്ന് ഞാനൊരു 15 വർഷമായിട്ട് ആലോചിക്കുന്നുണ്ട്, പക്ഷേ അവിടെ വരെ എത്തിയിട്ടില്ല. സോ ബുക്സ്, ഹാക്കർ ന്യൂസ്, ടെക് മീം. ജിം കോളിൻസ് ഫൗണ്ടഡ് ഇയേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. ഇത് ഇനിയും കുറച്ച് ബുക്സ് ഉണ്ട്. ദ മാൻ ഹൂ റീഇൻവെന്റഡ് സിലിക്കോൺ വാലി, ലൈക്ക് തോമസ് ആൽവ എഡിസൺ. പുള്ളിയുടെയൊക്കെ ബുക്സ് ഉണ്ട്. ദീസ് ആർ ഓൾ വെരി ലിറ്ററേച്ചർ വൈസ് ബോറിംഗ് ആണ്, പക്ഷെ വായിക്കാനൊക്കെ യുൽ ഫൈൻഡ് ലൈക്ക് critical aids. Okay, അടുത്ത question. Last question. Perhaps your life, you are like a lot of people you need to thank for, like maybe potentially your parents or wife, potentially Naval, or who are those people whom you really are thankful for, making who you are? Correct. See, I am not an extraordinarily great IQ guy. Like നമ്മൾ ഗൂഗിളിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ you can look at few people and say ആ ലെവലിൽ എനിക്ക് ഒരിക്കലും കോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഐ എം ജസ്റ്റ് ലൈക്ക് എൻ എബോവ് ആവറേജ് ഗൈ. ആൻഡ് എൻ എബോവ് ആവറേജ് ഗൈ വാസ് ഏബിൾ ടു അറ്റംപ്റ്റ് ആൻഡ് ഡു ദീസ് തിങ്സ് ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് എനി ഫോം ഓഫ് റെസിപ്രിക്കേഷൻ തോട്ട് ദറ്റ് ദിസ് ഗൈ ഈസ് ഇൻട്രസ്റ്റിംഗ്, ലെറ്റ് മീ ഗിവ് ഹിം സം മോർ പുഷ്. അത് you have to give it to a lot of people. You have to show the enthusiasm and the rest the world will conspire to help you work there. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വൈസ് പ്രിൻസിപ്പൽ ലൈക്ക് ഫ്രെഡറിക് ലിയോൺ സർ, അവിടുന്ന് തുടങ്ങി. പിന്നെ കോളേജ് വന്നിട്ട് എൻ്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ജ്യോതി ജോൺ സാറ്. ജ്യോതി ജോൺ സാറ് നമ്മൾ എന്ത് സാധനം ചെയ്താലും സഹായിക്കണം. ദിസ് ഇസ് ലൈക്ക് 2002 ഫണ്ട്സ് എനിക്ക് പൈസ വേണം തോന്നിയപ്പോൾ സാറ് നമ്മൾക്ക് IT പ്രോജക്ട്സ് തന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ IT പ്രോജക്ട്സ് തന്നിട്ടുള്ള 2002 5000 രൂപയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്തുള്ള കാര്യങ്ങൾ. പിന്നീട് then came my like the great there is the unfair advantage. Everybody gets some form of unfair advantage. My unfair advantage was that I ended up falling in love with my classmate whom I married at the age of 24 years. Like ഞാൻ വെറും പയ്യനായിരുന്നു, like at 24 years, and she had a substantially good salary that we didn't have to worry about salary. So she was essentially my seed investor. അപ്പം ജെയിന് എറിക്സൺ വർക്ക് ചെയ്തു. then she went to Alcatel-Lucent and she was really good. Like നമ്മൾ രണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ജെയിൻ്റെ റാങ്ക് എൻ്റെ പല മൾട്ടിപ്ലൈ ചെയ്താലേ ഞാൻ എത്തത്തുള്ളൂ, ലൈക്ക് എൻട്രൻസ് എക്സാം റാങ്ക്. ഷീ ഈസ് ദാറ്റ് ഗുഡ് ഇൻ വാട്ട് ഷീ ഡസ്. സോ ഷീ വാസ് കണ്ടിന്യൂസ്ലി ഡൂയിങ് റിയലി വെൽ ആൻഡ് ഷീ കംസ് ഫ്രോം എ ഫാമിലി ഓഫ് പീപ്പിൾ ഹു ആർ റിയലി ഗുഡ് ഇൻ ഫൈനാൻസസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാം ആണ്. അപ്പം ക്യാഷ് എങ്ങനെ കോമ്പൗണ്ട് ചെയ്യാം എന്നുള്ളത് ഈയിടയ്ക്ക് ജെയിൻ്റെ എന്തോ ഇത് മ്യൂച്വൽ ഫണ്ട് എടുത്ത് നമ്മൾ ചുമ്മാ തമാശക്ക് എടുത്ത് നോക്കിയതാണ്. ഞാൻ നോക്കിയപ്പോൾ അതൊരു 40 ലക്ഷം രൂപയായി. ഞാൻ ഒരു 2000 രൂപ എല്ലാ മാസവും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇട്ടിട്ടില്ല. ബട്ട് ഷീ ഈസ് റിയലി ഗുഡ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ ദാറ്റ്സ് മൈ വൈഫ്. Then it's my parents. Like my dad gave me opportunities to do things that nobody at that time would. പൈസ ഇല്ല. എനിക്കറിയാവുന്ന സമയത്ത് my father made only like 20,000 rupees a month in salary. He was a കോളേജ് പ്രൊഫസർ. പക്ഷെ ഞാൻ കമ്പ്യൂട്ടർ ആണെന്ന് പറയുമ്പോൾ പപ്പ ലോൺ എടുത്തിട്ട് കമ്പ്യൂട്ടർ മേടിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് കോഴ്സ് ചെയ്യണം, ബാംഗ്ലൂരിൽ പോകണം എന്ന് പറഞ്ഞപ്പം ഓക്കെ പോയി ചെയ്തു. ആൻഡ് ഹീ ടുക്ക് ലോൺ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി. പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും പറഞ്ഞ് ഇലക്ട്രോണിക്സും കൂടെ പഠിച്ചാൽ എല്ലാം കൂടെ കിട്ടും. അപ്പോൾ അന്നൊരു ലൈക്ക് ഹോൾസെയിലിന് പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടാണ്. പക്ഷെ പപ്പ പറഞ്ഞ് ഇൻട്രസ്റ്റ് ഉള്ളത് ചെയ്തു. എന്നെ TKM-ന്ന് സൈക്കിൾ ഓട്ടുന്ന ഡിസ്റ്റൻസ് ആണ് എൻ്റെ വീട്. പക്ഷേ TKM-ലല്ല ഞാൻ വന്നത്, ഇവിടെ MEC-ല, ബിക്കോസ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മോർ കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് തിങ്. സോ ഇറ്റ്സ് ഓൾ ദീസ് പീപ്പിൾ ഹൂ, പപ്പായും മമ്മിയും പിന്നെ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ വൈഫും ചേർന്നിട്ടാണ് ഇവിടെ എത്തിയത്. ദെൻ MEC വന്നിട്ട് കോർ ഗ്രൂപ്പ് ഓഫ് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. MEC വാസ് ദി
my MEC still continues to be my talent pool arbitrage. നല്ല ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും. അല്ല, MEC ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ നോക്കിയപ്പോ ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ GC തൃശ്ശൂർ പാസ് ഔട്ട് ആണ്. MEC ഹാസ് ബെറ്റർ അലുമിനി നെറ്റ്വർക്ക്, good talents, good companies. കുറച്ച് എന്തൊക്കെയോ മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട് MEC. I think alumni has, I think people like you has a role in that compared to നമ്മളൊക്കെ കോളേജ് സബ്ജക്റ്റാണ് പോകുന്നത്. ലൈക്ക് I think MEC alumni super helping out each other ഒരു സംഭവം ഉണ്ട് അവിടെ, which is extraordinary, something other colleges could really make out of it. Correct. Yeah. So yeah, I mean college plays a really good role in whole thing. That's true. എല്ലാ കോളേജിനെയും പോലെ കമ്പ്യൂട്ടർ സയൻസിന് ആ കോളേജ് super. Yeah, I also agree on that. Yeah, I mean, like this was last one of my emotional. It's like a really good, one of the best answers I ever got. So thanks, Cherian, for being with us. Even the whole crew is happy, talking to you, and also see you for the dinner as well. Thanks again for coming from US to be with us for this. Pleasure. This is a long time waiting. നമ്മളൊരു 3 വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു, അപ്പോൾ നടന്നില്ല. Finally here. Sure. So thank you again, and hopefully we'll meet later today. Sure. Thanks again. Okay. We'll shake.